ഓക്കെ, എന്തായി തുടങ്ങല്ലേ? സാർ തുടങ്ങാം. സീസയിലെ കണ്ടിട്ട് ഹരിദാസ് എന്ത് പറ്റിയ? ഹരിദാസിന് വയ്യാന്ന് പറഞ്ഞിരുന്നു, പിന്നെ ഈ ഏരിയക്ക് കണ്ടിട്ടില്ലല്ലോ. ഓക്കെ ഓക്കെ, ലൈക്ക് 2 ക്വസ്റ്റ്യൻ, ഒരു 3 ക്വസ്റ്റ്യനുള്ള ഭയങ്കര നമ്മൾ ഇതുവരെ ചെയ്തതിന് ഭയങ്കര വ്യത്യാസമുള്ളതൊന്നുമല്ല, എന്നാലും ഒരു ഇച്ചിരി ലെങ്ത് ഉള്ളത് എന്നാ നിങ്ങൾക്ക് അറിയോ എനിക്കൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കലാണ്. ഓക്കെ, നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ല അറിയില്ല. ഓക്കെ, ഇത് ഇന്നത്തെ പെട്ട NPV ക്വസ്റ്റ്യൻ ആണ്. എല്ലാം ഓക്കെ അല്ലേ? സൗണ്ട് ഓക്കെ, ഇത് മേലേക്ക് വെക്കാം. ഓക്കെ, Okay, an existing company has a machine which has been in operation for 2 years. അപ്പോൾ 2 ഇയേഴ്സിന്റെ ഡിപ്രീസിയേഷൻ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം ഇല്ലേ? അല്ലേ? കഴിഞ്ഞു. അല്ലേ? അതെ അതെ. Its estimated remaining useful life is 4 years. അപ്പോൾ ടോട്ടൽ ലൈഫ് എത്ര? 6 years. Its current market value is 3 lakh. ഇന്ന് വിറ്റാൽ 3 ലക്ഷം രൂപ കിട്ടും. ഈ മാനേജ്മെന്റ് is considering a proposal to improve model of a machine gives increase output. Okay. ഓക്കെ, എന്തോ പുതിയ മെഷീനറി മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതെന്താ ഇൻക്രീസ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്ത് തരുമെന്ന്. ഓക്കെ, ഇനി അതിന്റെ ഡീറ്റെയിൽസുകൾ, എക്സിസ്റ്റിംഗ് മെഷീൻ്റെ ഡീറ്റെയിൽസുകളും ന്യൂ മെഷീൻ്റെ ഡീറ്റെയിൽസുകളും. എക്സിസ്റ്റിംഗ് മെഷീന് 6 ലാക്ക് പർച്ചേസ് പ്രൈസ്, 10 ലാക്ക് ലൈഫ്. ഓക്കെ, 6 ഇയേഴ്സ് 4 ഇയേഴ്സ്. ഇവിടെ 6 ഇയേഴ്സ് 4 ഇയേഴ്സ് ഡിഫറൻസ് ആവുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും ഇതിനാ? എന്തെങ്കിലും സ്പെഷ്യലി കണ്ടുപിടിക്കേണ്ടി വരുമോ? അൺഈക്വൽ ലൈഫ് ആകുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ മറ്റേ അതിന്റെ പേരെന്തായിരുന്നു, ലൈക്ക് ഇയേഴ്സ് ഒന്നും കൂടെ കൊടുക്കണം. ഒരു മിനിറ്റ്, ലൈക്ക് അവിടെ എന്താ പറയാ 4ഉം 6ഉം അല്ല, അപ്പൊ 4 ആ ന്യൂ മെഷീനറി 6 ഇയേഴ്സിന്റെ ലൈക്ക് എന്ത് ചെയ്യണമെന്നാ പറയണേ? ലൈക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് NPV കണ്ടുപിടിച്ചാ പോരെ? അപ്പൊ എന്താ പറയാ? ലൈക്ക് ലൈക്ക് ആ ടേം ഞാൻ മറന്നുപോയി. പക്ഷെ അതൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ ഈക്വൽ ലൈഫാണ്. 2 വർഷം കഴിഞ്ഞില്ലേ, ഇപ്പൊ 4 ഇയേഴ്സ് അല്ലേ രണ്ടിന്റെയും ഇനിയുള്ളത്. ഓക്കെ, ഇതിലത് പറയുന്ന എനിക്കറിയാം, അതുകൊണ്ടല്ലേ ഇതിനടുത്ത് ഞാൻ ചോദിച്ചത്. കൊള്ളാം. പക്ഷെ എന്നെ ഒന്ന് തെറ്റിച്ചൂടെ? പഴയ മിഥുനല്ല ഒന്ന് അറിയിച്ചൂടെ? പഴയ മിഥുൻ തന്നെയാണ്. ഐ ആം ഡിസപ്പോയിന്റഡ്. ഓക്കെ, 6 ഇയർ റെസിജ്വൽ വാല്യൂ ഇതിലാണ്. നമ്പർ ഓഫ് ഡേയ്സ് 300 ആകുന്നുണ്ട്. ഇനി 360 ഒന്നും എടുക്കരുത്, അപ്പോൾ 365 എടുക്കരുത്. ഓപ്പറേറ്റിംഗ് അവേഴ്സ് പെർ ഡേ 6. സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. മെറ്റീരിയൽ കോസ്റ്റ്, ഓപ്പർ ഔട്ട്പുട്ട്. ഓക്കെ, ഇത്തരം ഇങ്ങനെ റീപ്ലേസ്മെന്റ് നോർമലി ഇൻക്രിമെന്റൽ ചെയ്യണതന്നെയായിരിക്കും എന്തുകൊണ്ട് നല്ലത്, ടോട്ടൽ അപ്രോച്ച് ചെയ്യണേക്കാളും. ഒരെണ്ണത്തിന്റെ ലാഭം കണ്ട് വേറെണ്ണത്തിന്റെ ലാഭം കണ്ട് അപ്പോൾ ഓരോന്നിന്റെയും കോസ്റ്റിംഗ് സെപ്പറേറ്റ്ലി കാരണം മറ്റേ മെഷീനറിന്റെ കോസ്റ്റിംഗ് സെപ്പറേറ്റ്. അതിന് നല്ലത് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ട് എടുത്താൽ പോരെ. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ 1 ലക്ഷം ഉണ്ട്, 2 ലക്ഷം ഉണ്ട്. ഇതൊക്കെ അപ്പോൾ ഔട്ട്ഫ്ലോയിലും ഇൻഫ്ലോയിലും വരത്തില്ലേ? പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോയിലും ക്യാഷ് ഫ്ലോ അറ്റ് ലാസ്റ്റ് ഇയറിലും വരത്തില്ലേ വർക്കിംഗ് ക്യാപിറ്റലിലെ ഔട്ട്ഫ്ലോയും ഇൻഫ്ലോയും? ഓക്കെ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10%. company users return on value at 20%. several machine in 20% block. ഇത് മെയിൻ ഒരു ക്വസ്റ്റ്യനെ പലരും തെറ്റിക്കാൻ കാരണമാവുന്ന, അല്ലെങ്കിൽ ഈ പോയിന്റ് ശ്രദ്ധിക്കാത്തതുകൊണ്ട് തെറ്റായ രീതിയിൽ ചെയ്യാൻ കാരണമാവുന്ന ഒരു ലൈനാണിത്. ഇഷ്ടം പോലെ വേറെ അസറ്റുകൾ ഉണ്ട് ഈ ബ്ലോക്കിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ബ്ലോക്ക് നമ്മളൊക്കെ അറിയാം, റിട്ടേൺ ഓൺ വാല്യൂ നമ്മൾ ബ്ലോക്ക് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് അസറ്റിന്റെ മേലെ നമ്മൾ WDV അപ്ലൈ ചെയ്യുക. ഇവിടെ ഡിഫറെന്റ് ഇനിയും അസറ്റുകൾ വേറെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇതല്ല ലാസ്റ്റ് അസറ്റ്. അങ്ങനെ പറയുമ്പോൾ അവിടെ പ്രോഫിറ്റോ ലോസോ വരില്ല വല്ല അസറ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ. കാരണം ആ സെയിൽ വാല്യൂ എത്രയാണോ അത് ഈ ബ്ലോക്കിൽ കൂടെ ലെസ് ചെയ്യും, അത്രേ ഉള്ളൂ അല്ലേ? ഇവിടെ ഒരു പ്രോഫിറ്റോ ലോസോ ആവശ്യമാണല്ലോ, അതുകൊണ്ട് തന്നെ ടാക്സ് ഇമ്പാക്ട് വരത്തില്ല അല്ലേ?
എന്നാ SLM-ൽ ഇതല്ല കേസ്. SLM-ൽ നമ്മൾ സെപ്പറേറ്റ്ലി ബ്ലോക്ക് കോൺസെപ്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് അസറ്റ് ഇപ്പൊ വിൽക്കണ അസറ്റിന്റെ റിട്ടേൺ ഓൺ വാല്യൂ നോക്കണം. എത്രയാണ് വിൽക്കണത്, ഡിഫറൻസ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് അതിന്റെ മേൽ ടാക്സ് അടക്കേണ്ടി വരും SLM-ൽ. അത് പറയാനാണ് മെയിൻലി ഞാൻ ഇന്ന് ഈ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്നത്, ഈ ഒരു പോയിന്റ് പറയിക്കാൻ. ഓക്കെ, അത് ഇനി ഒരു SLM-ന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചിലർക്ക് ഫുൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ സന്തോഷം. ഓക്കെ, ഇവിടെ NPV കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇൻക്രിമെന്റൽ ബേസിൽ ആദ്യം നമുക്ക് ഇവിടെ റിട്ടേൺ ഓൺ വാല്യൂ ആയതുകൊണ്ട് തന്നെ എല്ലാ കൊല്ലം ഡിപ്രിസിയേഷൻ സെയിം ആയിരിക്കും, ഡിഫറെന്റ് ആയിരിക്കോ? ഡിഫറെന്റ് ആയിരിക്കും. അപ്പോ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ് വരെ നമുക്ക് വേണമെങ്കിൽ ഇൻക്രിമെന്റൽ ബേസിസിൽ എടുക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്? പഴയ മെഷീനറി റീപ്ലേസ് ചെയ്തിട്ട് പുതിയ മെഷീനറി വെക്കുമ്പോൾ പഴയ മെഷീനറി ഉണ്ടാക്കുന്ന ലാഭത്തെക്കാൾ കൂടുതൽ പുതിയ മെഷീനറി ഉണ്ടാക്കണം, അല്ലേ? അതല്ല ഇൻക്രിമെന്റലിന്റെ മെയിൻ ഉദ്ദേശം, അല്ലേ? ഇപ്പൊ നമ്മള് എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാ? എക്സിസ്റ്റിംഗ് മെഷീൻ, ന്യൂ മെഷീൻ. ലൈക്ക് നമുക്ക് ആദ്യം പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ ടാക്സ് കണ്ടുപിടിക്കണ്ട, ഇന്നല്ലേ ഡിപ്രിസിയേഷൻ കുറച്ച് ടാക്സ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സെയിൽസ് ഇവിടെ എഴുതാ, പിന്നെ ഏതാ ഓരോരോ കോസ്റ്റുകൾ എഴുതാ, ഏത് ഡിപ്രിസിയേഷൻ ഒഴികെയുള്ള കോസ്റ്റ്. എന്ത് കണ്ടുപിടിക്കാൻ? പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ ടാക്സ് കണ്ടുപിടിക്കാൻ. എന്നിട്ട് അതിന് നമുക്ക് ഇൻക്രിമെന്റ് എടുത്തൂടെ? അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഇവിടെ തന്നിട്ടുണ്ട്, അതിവിടെ എഴുതാ. പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽ കോസ്റ്റ് അതിൽ എസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ലേബർ കോസ്റ്റ് അതിൽ എസ് ചെയ്യേണ്ടി വരും. ഫിക്സ്ഡ് ഓവർഹെഡ് ലെസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ ടാക്സ് ഒന്ന് കണ്ടുപിടിച്ചേ. സാർ ഇത് ചെയ്യാനാണോ ഉന്നയിച്ചതല്ലേ? ഇപ്പോഴത്തെ ദിവസം നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഡിപ്രീസിയേഷന്റെ അല്ലെങ്കിൽ ഈ WDV-ൽ വരുന്ന ടാക്സ് ട്രീറ്റ്മെന്റും SLM-ൽ വരുന്ന ടാക്സ് ട്രീറ്റ്മെന്റും കാണിക്കാനാണ് മെയിൻലി ക്വസ്റ്റ്യൻ ചെയ്യിക്കുന്നത്. സാറേ കുറച്ചുകൂടെ മണ്ടക്കോട് സ്ക്രോൾ ചെയ്യാവോ? കുറച്ച് ഫുള്ളായിട്ട് കാണുന്ന രീതി. അതിന് ശേഷമുള്ള കണ്ടുപിടിക്കാൻ പറ്റിച്ചാ കണ്ടുപിടിച്ചോട്ടാ. ഇത് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ടാക്സ് കണ്ടതിന് എന്തായാലും പറയണേ. വാഞ്ചി ചെയ്യണ്ടാ? ചെയ്യുക സാർ. സെയിൽസ് എത്ര വരുന്നേ? 3,60,000, 7,20,000. ഓക്കെ. അത് മൊത്തം ഇത് പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. എങ്ങനെ പോണു പഠിപ്പൊക്കെ? നല്ലതായിട്ട് പോകുന്നു സാർ. ഈ അറ്റംപ്റ്റ് എനിക്കുള്ളതാണെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് മീൻസ് നിങ്ങൾക്ക്. അടിക്കുമായിരിക്കും. നമ്മൾ ഡെസ്റ്റിനിയെ നമ്മൾ ഇത് എഴുതാൻ പാടില്ല, നമ്മൾ പഠിക്കുക. ലീവ് ഇറ്റ് അപ്പ് ടു ഡെസ്റ്റിനി.
ഓക്കെ. മിഥുനക്കോ? കുഴപ്പമില്ല. ആ. നെഞ്ചിൽ വേഗം കണ്ടുപിടിക്ക്. സമയം കളയരുത്. 2 ദിവസത്തിന് കൂടിയുള്ള കഴിഞ്ഞ്. നമ്മളാദ്യം രണ്ടിന്റെ ലാഭം കണ്ടുപിടിക്കുക. ഡിഫറൻസ് ലാഭം എത്ര നോക്കാം. ആ ഡിഫറൻസ് ലാഭത്തിൽ ഡിഫറൻസ് വരുന്ന ഡിപ്രിസിയേഷൻ എന്ന് വെച്ചാൽ മുന്നേ ഉണ്ടായിരുന്ന WDVയും ഇപ്പോഴുള്ള WDVയും കണ്ടുപിടിക്കുക. അതിന്റെ മേലെ ഡിപ്രിസിയേഷൻ രണ്ടിന്റെയും കണ്ടുപിടിക്കുക. അതിന്റെ ഡിഫറൻസ് എടുക്കുക. അത് ഈ ഇൻക്രിമെന്റൽ ആയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് കുറക്കുക. അല്ലെങ്കിൽ നമുക്ക് എക്സിസ്റ്റിംഗ് മെഷീനറിയുടെ ലാഭം കണ്ടുപിടിക്കേണ്ട എക്സിസ്റ്റിംഗ് മെഷീനറി ലാഭത്തിൽ നിന്ന് ഓരോ കൊല്ലത്തിന് ഡിപ്രിസിയേഷൻ കുറക്കാം. അല്ലെങ്കിൽ പുതിയ മെഷീനറി ലാഭം കണ്ടുപിടിക്കുക. ഓരോ കൊല്ലത്തെ പ്രോഫിറ്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറക്കുക. അപ്പോൾ ഭയങ്കര ടൈം കൺസ്യൂമിങ് ഒരുപാട് എഴുതേണ്ടി വരും നമ്മൾ. ഫസ്റ്റ് നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ അതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചില്ല. പിന്നെ കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ, പിന്നെന്താ, പിന്നെ കമ്പ്യൂട്ടേഷൻ ഓഫ് ടെർമിനൽ വാല്യൂ വെച്ചാൽ സാൽവേജ് വാല്യൂ. എന്നിട്ട് ആദ്യം കണ്ടുപിടിച്ച ഔട്ട്ഫ്ലോന്ന് ശേഷം കണ്ടുപിടിച്ച 2 ഇൻഫ്ലോ ഉണ്ടല്ലോ, ആനുവൽ ക്യാഷ് ഇൻഫ്ലോയും ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോ വെച്ചാൽ സാൽവേജ് വാല്യൂ. അത് രണ്ടും ആഡ് ചെയ്തിട്ട് ഔട്ട്ഫ്ലോന്ന് ലെസ് ചെയ്യുക. അപ്പോൾ പോസിറ്റീവ് എന്ന് വെച്ചാൽ NPV പോസിറ്റീവ് സാറേ ആണ്. 152 40 അല്ല 480 ആണോ? 162,000. 152 52 ഓക്കെ. മറ്റേത് 480 മെറ്റീരിയൽ കോസ്റ്റ് എത്ര വന്നപ്പോ? 72 144 ഓക്കെ. ലേബർ കോസ്റ്റ് 36 36 മറ്റേ മെറ്റീരിയൽ കോസ്റ്റോ? അതാ പറഞ്ഞേ 144 1,44,000 ന്യൂവിന്റെ. അപ്പൊ ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ചില്ലേ? ഫിക്സഡ് കോസ്റ്റ് 60,000 1 lakh. ഓക്കെ. 1,52,000 4,80,000. ആ 4,62 ആണല്ലോ. 4,62 ആണല്ലോ. 72 18,000 40,000. ഇതിനിത് ഫിക്സഡ് ഓവർഹെഡിൽ എക്സ്ക്ലൂഡിങ് തന്നെയാണല്ലോ. സാറേ കിട്ടിയ മറ്റേ ലേബറിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അല്ല ഇതെങ്ങനെ ഇവിടെ 40,000 വന്ന്? ഓ സോറി, ഇതാണല്ലേ. ഓക്കെ. എത്രയാണ്? 1,52 4,62,000 4,62. 62. അപ്പൊ എത്രയാണ് ഇൻക്രിമെന്റൽ പ്രോഫിറ്റ്? പുതിയ മെഷീനറി വരുന്നത് കൊണ്ട് അഡീഷണലി ഉണ്ടാവുന്ന ലാഭം. പുതിയ മെഷീനറി 3 വരുന്നത് lakh. കൊണ്ട് ഇതിലുള്ള 1,52,000 വലിയ കാര്യമില്ല. അത് ഓൾറെഡി പഴയ മെഷീനറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അഡീഷണലി വരുത്തണത് എത്ര ഇതിലല്ലേ കാര്യം. പുതിയ മെഷീനറി 3,10,000. ഇതിന് കിട്ടിയാ? ഓക്കെ. 3,10,000 ആണ് ഇൻക്രിമെന്റല്. ഇത് ഇനി 4 ഇയർ അല്ലേ ഉള്ളത്? എല്ലാ 4 ഇയേഴ്സിലും 3,10,000 ഉണ്ടായിരിക്കില്ലേ? ഉണ്ടായിരിക്കും. ഇയർ 1, ഇയർ 2, ഇയർ 3, ഇയർ 4. ഡിപ്രിസിയേഷൻ ഡിഫറൻസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇതിന്റെ വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡിപ്രിസിയേഷൻ കുറച്ചിട്ട് വേണമെങ്കിൽ എടുക്കാമായിരുന്നു.
പക്ഷെ എല്ലാ ഇയറിലും ഡിഫറെന്റ് ആയിരിക്കുമല്ലോ WDV ആയതുകൊണ്ട്. ഇനി നമുക്കിവിടെ ഉം. ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ആയിട്ട് തന്നെ ഇൻക്രിമെന്റൽ ഡിപ്രിസിയേഷൻ വേണം കാണാൻ. ഉം. ഇൻക്രിമെന്റൽ ഡിപ്രിസിയേഷൻ ആണെങ്കിൽ ഇൻക്രിമെന്റൽ WDV ബേസ് കാണണം. ഇപ്പൊ ഉം. ഇയർ 2 ഇപ്പൊ ഇയർ 2 എന്താണ് എൻഡിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അല്ലേ? ഇയർ അതെ 2 എൻഡിൽ ഓൾഡ് മെഷീനറിയുടെ WDV എത്ര? ഓൾഡ് മെഷീനറിയുടെ WDV എത്ര? നമ്മൾ 2 സിനാരിയോ നോക്കണം. ഓൾഡ് മെഷീനറി ആണ് എക്സിസ്റ്റ് ചെയ്തിരുന്നെങ്കിലുള്ള സിനാരിയോയും പുതിയ മെഷീനറി വരുമ്പോഴുള്ള WDV എത്രയായിരിക്കും? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. WDV അറ്റ് എക്സിസ്റ്റിംഗ് മെഷീൻ, WDV അറ്റ് ന്യൂ മെഷീൻ. 6 lakh ആണ് എന്ത് പർച്ചേസ് പ്രൈസ് ഓൾഡ് മെഷീനറിയുടെ. 2 വർഷം കഴിഞ്ഞു. അപ്പൊ 2 വർഷം കഴിയുമ്പോൾ WDV എത്ര? 3,84,000. 3,34,000. ഇനി 84. 24. 84. 84. ഓക്കെ. 84,000. ഇനി പുതിയ മെഷീനറി വരുമ്പോൾ ആൾട്ടർനേറ്റീവ് സിനാരിയോ ആവുമ്പോൾ പുതിയ മെഷീനറി വരുമ്പോൾ ഈ 3,84,000 ഓൾറെഡി ഉണ്ടായിരിക്കില്ലേ? അതിന്റെ കൂടെ അല്ലേ 10 ലക്ഷം മെഷീനറി മേടിക്കുന്നത്. ആ. എന്നിട്ട് ഇവിടെ നമ്മൾ അതെ. WDV ബ്ലോക്ക് കോൺസെപ്റ്റ് പ്രകാരം ബ്ലോക്ക് വാല്യൂ കണ്ടുപിടിക്കണം. ഇനി സെയിൽ നടക്കുന്നില്ലേ? പഴയ മെഷീനറി വിൽക്കുന്നത് എത്ര രൂപക്കാ? 3 ലക്ഷം രൂപയല്ലേ? അതെ. അപ്പൊ ഈ 3 ലക്ഷം ബ്ലോക്കിൽ നിന്ന് കുറയില്ലേ? പുതിയ മെഷീനറിയുടെയോ? പുതിയ മെഷീനറി ആഡ് ചെയ്തു, ഇനി സെയിൽ വാല്യൂ കുറക്കണ്ടേ? ഉം. അപ്പൊ WDV എത്ര വന്നത്? 7 lakh. 7 lakh. 7 lakh ആ? 7 3 lakh lakh 84,000 അല്ലേ? അല്ല 7 lakh അല്ലല്ലോ. 10 lakh പ്ലസ് 3,84,000 മൈനസ് 3 lakh. 10,84,000 അല്ലേ? അല്ലടാ, ഓൾറെഡി എക്സിസ്റ്റിംഗ് പഴയ മെഷീനറിയുടെ WDV ഉണ്ട്. അതിന്റെ കൂടെ പുതിയ മെഷീനറി വന്നു. അപ്പൊ എത്രയായി? 10 lakh പ്ലസ് 3,84,000 13,84,000 ആയി. അതിന് പഴയ മെഷീനറി വിൽക്കുന്നത് 3 ലക്ഷത്തിന് രൂപക്കാണ് പഴയ മെഷീനറി വിൽക്കുന്നത്. നമ്മൾ സെയിൽ വാല്യൂ ബ്ലോക്കിൽ നിന്ന് കുറക്കല്ലേ ചെയ്യാ. അതെ. അപ്പം ബാക്കി 10 lakh അപ്പൊ 84,000. ഇവിടെ ഉണ്ടല്ലോ ബ്ലോക്ക് കോൺസെപ്റ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോ 3,84,000 സാധനം 3 ലക്ഷത്തിനല്ലേ കുറക്കണത്. 84 നഷ്ടല്ലേ, അതിന്റെ മേലെ ടാക്സ് സേവിങ്സ് അതില്ല. കാരണം നമ്മൾ ബ്ലോക്കിലാണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. എന്ത് തേങ്ങ വന്നാലും ബ്ലോക്കിലാണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ബാക്കിയുള്ള ബ്ലോക്കിന് ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യും. അതാണ് ട്രീറ്റ്മെന്റ് അല്ലേ? ആ. അങ്ങനെയാണ് ഡീല്. ഇപ്പൊ ഇവിടെ ഇൻക്രിമെന്റൽ WD ബ്ലോക്ക് വാല്യൂ എത്ര? മറ്റേ എന്നാ സാറേ? ഇൻക്രിമെന്റൽ ബ്ലോക്ക് വാല്യൂ ഇപ്പൊ ഓൾറെഡി എക്സിസ്റ്റിംഗ് മെഷീനറി ഇവിടെ 2 സിനാരിയോ നോക്കുകയാണ്. ഇപ്പോ പഴയ മെഷീനറി മാറ്റി പുതിയ മെഷീനറി മേടിച്ച് കഴിഞ്ഞാൽ പഴയ മെഷീനറി ഉണ്ടാവോ? ഇല്ല. അപ്പൊ നമ്മളിവിടെ 2 ആൾട്ടർനേറ്റീവ് നോക്കുകയാണ്. പഴയ മെഷീനറി ഉണ്ടാകുമ്പോൾ ഉള്ള WDV ഇത്ര, പുതിയ മെഷീനറി മേടിക്കുമ്പോൾ പഴയ മെഷീനറി ഒഴിവാക്കും. ആ ഒഴിവാക്കിയ പഴയ മെഷീനറി കൺസിഡർ ചെയ്തുകൊണ്ട് പുതിയ മെഷീനറി ഉണ്ടാകുമ്പോൾ സിനാരിയോയിലുള്ള WDV ഇത് അല്ലേ? നമ്മൾ ഇൻക്രിമെന്റൽ WDV എടുത്താലല്ലേ അതിന്റെ മേലെ അപ്ലൈ ചെയ്യുന്ന ഡിപ്രിസിയേഷൻ റേറ്റ് ഇൻക്രിമെന്റൽ ഡിപ്രിസിയേഷൻ ആവാ. ആ ഇൻക്രിമെന്റൽ ഡിപ്രിസിയേഷൻ അല്ലേ നമുക്ക് ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ ടാക്സ് കുറക്കാൻ പാടുള്ളൂ. അതെ. അപ്പൊ ഇൻക്രിമെന്റൽ ബ്ലോക്ക് വാല്യൂ എത്ര? 10,84,000. നമുക്ക് ഓൾറെഡി 3,84,000 ഇല്ല ഇവിടെ. അപ്പൊ അത് കുറച്ചിട്ടുള്ളതല്ലേ ഇൻക്രിമെന്റല്. ഇൻക്രിമെന്റൽ എന്താ? എക്സിസ്റ്റിംഗിൽ നിന്ന് അഡീഷണലി വരുന്നത്. നീ ഈ 10,84,000 മേലെ ഇത് കുറച്ച് കഴിഞ്ഞാല് കമ്പയറബിൾ അല്ല. ഇത് ഇൻക്രിമെന്റലും എന്നാ ഇത് ടോട്ടൽ ഡിപ്രിസിയേഷൻ എടുത്ത പോലെ. നമ്മൾ ഇൻക്രിമെന്റ് ഇവിടെ ഫുൾ ഇൻക്രിമെന്റ് ഇത് 3,10,000 പറഞ്ഞാൽ എന്താ? എക്സിസ്റ്റിംഗ് മെഷീനറിയിൽ നിന്നും അഡീഷണലി ഉണ്ടായ ലാഭങ്ങളാണ് അല്ലേ? അപ്പൊ എക്സിസ്റ്റിംഗ് മെഷീനറിയിൽ നിന്നും അഡീഷണലി ഉണ്ടാകുന്ന ഡിപ്രിസിയേഷൻ അല്ലേ ഇവിടെ എടുക്കേണ്ടത്. അല്ലാതെ പുതിയ മെഷീനറിയുടെ മൊത്തം ഡിപ്രിസിയേഷൻ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ ഇത് മാത്രം ഇവിടെ എടുക്കാൻ പാടുള്ളൂ. ഇതിന്റെ മാത്രം എഫക്റ്റ് ഇവിടെ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മാത്രം ഡിപ്രിസിയേഷൻ കണ്ടുപിടിച്ചിട്ട് നീ ഇത് മാത്രം ഇവിടെ കൺസിഡർ, അപ്പൊ കുറെ ടൈം എടുക്കും. നമ്മൾ ടോട്ടൽ അപ്രോച്ച് പോലെ.
മനസ്സിലായില്ല? മനസ്സിലായി. അപ്പൊ ഇവിടെ ഇൻക്രിമെന്റൽ ബ്ലോക്ക് വാല്യൂ എത്ര വരുന്നത്? കാരണം നമ്മൾ ബ്ലോക്ക് വാല്യൂ കണ്ടാലാണ് ഡിപ്രിസിയേഷൻ കാണാൻ പറ്റുള്ളൂ അണ്ടർ WDV മെത്തേഡ്. അപ്പൊ ആദ്യം നമുക്ക് ഇൻക്രിമെന്റൽ ഡിപ്രിസിയേഷൻ കിട്ടണമെങ്കിൽ ഇൻക്രിമെന്റൽ ബ്ലോക്ക് വാല്യൂ കിട്ടണം. ഇൻക്രിമെന്റൽ ബ്ലോക്ക് വാല്യൂ കിട്ടണമെങ്കിൽ എക്സിസ്റ്റിംഗ് ബ്ലോക്ക് വാല്യൂ എത്രയാണോ പ്രപ്പോസ്ഡ് അല്ലെങ്കിൽ പുതിയ ബ്ലോക്ക് വാല്യൂ ബൈ കൺസിഡറിങ് ന്യൂ മെഷീനറി എത്രയാണോ നോക്കണം. അതിന്റെ ഡിഫറൻസ് ആണ് എന്ത് ഇൻക്രിമെന്റൽ ബ്ലോക്ക് വാല്യൂ എത്ര വരുന്നത്? 7 lakh. 7 lakh. ഇത് ഇൻക്രിമെന്റൽ ബ്ലോക്ക് വാല്യൂ ആണെങ്കിൽ ഇതിന്റെ മേലെ അപ്ലൈ ചെയ്യുന്ന 20% പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻക്രിമെന്റൽ ഡിപ്രിസിയേഷൻ ഡിപ്രിസിയേഷൻ ആയിരിക്കില്ലേ? അപ്പൊ 7 lakh അതെ. അങ്ങനെ 4 ഇയറിന്റെ ഡിപ്രിസിയേഷൻ കണ്ടുപിടിച്ചേ. എന്നിട്ട് അങ്ങനെ അത് കുറച്ചാല് എന്ത് കിട്ടും? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. അതിന്ന് ടാക്സ് കുറക്കുക. എന്നിട്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. എന്നിട്ട് ഡിപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണ്ടേ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് കിട്ടാന്. ഇതൊക്കെ നമുക്ക് ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് പ്രസന്റ് വാല്യൂ ഫാക്ടർ വെച്ചിട്ട് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് കിട്ടും. അതൊന്ന് വേഗം കണ്ടുപിടിച്ചേ. ഒരു ടൂടെ സാൽവേജ് വാല്യൂ പറയുന്നുണ്ടോ? അല്ലാണ്ട് സാൽവേജ് വാല്യൂ ഇല്ല. അപ്പൊ കുഴപ്പമില്ല. നമ്മളിപ്പോഴും പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ കണ്ടുപിടിച്ചിട്ടില്ല കേട്ടാ. അതാ ശരിക്കും ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കാം. ഇതൊന്ന് വേഗം ചെയ്തേ. ഈ ബ്ലാങ്ക് ഫില്ല് ചെയ്ത് തന്നെ. ഇത് നിനക്ക് മനസ്സിലായാ? ഇതിനൊക്കെ എന്ത് പറഞ്ഞാലും മനസ്സിലാവും. അതാണ് മിഥുനയുടെ പ്രത്യേകത. മനസ്സിലായില്ല എന്ന് പറയില്ല. ചെയ്യാൻ പറ്റില്ലേ? ചെയ്യുക. ഓക്കെ, വേഗം ചെയ്യ്. ഓക്കെ.
എന്തായി കിട്ടിയാ? സാറ് ടോട്ടൽ ഈ വാല്യൂ എന്നാ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ എത്ര? 8,67,000 ആണോ? 8,57,000. 60 8 lakh 867. ഇവിടെ നമ്മൾ ഉണ്ടല്ലോടാ ആദ്യത്തെ വർഷം തൊട്ട് സാർ ഒരു ആദ്യത്തെ വർഷം തൊട്ട് ചെയ്യണോ? ഇല്ലില്ല 4 ഫസ്റ്റ് വർഷം മറ്റേ മതി. അല്ല ആദ്യത്തെ ഈ ഫസ്റ്റ് ഇയറിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ഇയർ 1 ഫസ്റ്റ് ആയിട്ടല്ലേ ഇയർ എന്ന് കണക്ക്? ഉദ്ദേശിക്കുന്നത് ഇയർ 2ന്റെ എൻഡ് തൊട്ടിട്ട് ഇയർ വെച്ചാല് അടാ ഇവിടെ ഫസ്റ്റ് ഇയർ ഉദ്ദേശിക്കുന്നത് എന്താ? സെക്കൻഡ് ഇയറിലാണ് ഇത്. ഇനി ബാക്കി 4 വർഷമല്ലേ ഉള്ളത്. ആ ആ 4 വർഷമാണത്. ആ ഞാൻ ചെയ്തത് ആദ്യത്തെ ഈ മറ്റേ 1,70,000 ഇല്ലേ? അല്ല 2,59,000. ആ അതിന് ഞാൻ മറ്റേ 1 വെച്ച് തന്നെ ചെയ്ത്. 2 ആദ്യത്തെ lakh വർഷം പി വി വാല്യൂ. ഇത് പറഞ്ഞാല് ഇയർ 2ന്റെ എൻഡാണ് ഇയർ 1 പറഞ്ഞാല്. ആ ഞാനത് അല്ല സോറി ഇയർ എൻഡ് ആയിട്ടല്ലേ. 3ന്റെ എൻഡ്. ഇയർ 3, ഇയർ 4, ഇയർ 5, ഇയർ 6. ഇയർ 3ന്റെ എൻഡാണ് ഇയർ 1 പറഞ്ഞാല്. ആ ആ ഓക്കെ കിട്ടി സാറേ. ഇപ്പോ പക്ഷെ ഇതിലൊരു സംഭവം ഉണ്ട് കേട്ടോ. നമ്മള് അതിലേക്ക് ഞാൻ വരാം. അതിന് മുന്നേ നമുക്ക് പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ കാണാം. പുതിയ മെഷീനറി മേടിക്കുമ്പോൾ പർച്ചേസ് ഓഫ് മെഷീനറി എത്രയാണ്? 10 lakh അല്ലേ? 10 lakh. പക്ഷേ ഇതിന്ന് നമുക്ക് എന്താ പഴയ മെഷീനറി വിൽക്കുന്നില്ലേ? അപ്പൊ അതൊരു ഇൻഫ്ലോ അല്ലേ? ആ 3 lakh ആണ്. ഇവിടെ നിങ്ങൾ ടാക്സ് ട്രീറ്റ്മെന്റ് ചെയ്യരുത്. കാരണം ഇവിടെ ലോസോ പ്രോഫിറ്റ് അറൈസ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ബ്ലോക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്തത് അല്ലേ? ഇവിടെ നെറ്റ് ഔട്ട്ഫ്ലോ എത്ര? 7 lakh അല്ലേ? 7 lakh. പക്ഷേ ഒരു വർക്കിംഗ് ക്യാപിറ്റല് പഴയ മെഷീനറിക്ക് 1 lakh ആവശ്യമുണ്ട്. അപ്പോ ഈ മെഷീനറി മേടിക്കണമെന്ന് 1 lakh ഔട്ട്ഫ്ലോ ആയിട്ടുണ്ടായിരിക്കില്ലേ? ഈ പഴയ മെഷീനറി മേടിക്കണമെന്ന് എന്നുവെച്ചാൽ 2 വർഷം മുന്നേ, ഈ 2 വർഷത്തിന് തുടക്കത്തില് ഇത് ഔട്ട്ഫ്ലോ ആയിരിക്കില്ലേ 1 lakh? ആ മെഷീനറി ഇന്ന് വിൽക്കുമ്പോൾ ഈ 1 lakh ഇൻഫ്ലോ ആയി വരില്ലേ? ആ 1 lakh ഇൻഫ്ലോ ആയിട്ട് വരും. പ്ലസ് ഈ 2 lakh ഔട്ട്ഫ്ലോ ആയിട്ട് വരത്തില്ലേ ഈ മെഷീനറി 10 lakhന്റെ? അപ്പോ എത്ര? 8 lakh അല്ലേ നെറ്റ് ഔട്ട്ഫ്ലോ? അത് മനസ്സിലായോ? മനസ്സിലായി സാർ. മധുന തംസപ്പ് ഇട്ടാ? ഞാൻ കണ്ടില്ല. ഓക്കെ ഒരു മിനിറ്റ്. ഓക്കെ അത്ര ഉള്ളു. ഓക്കെ അപ്പോ ഇനി ഈ ഇയർ 4 എന്തെങ്കിലും വരുമോ ഈ ഇൻഫ്ലോക്ക് പുറമെ? വർക്കിംഗ് ക്യാപിറ്റലിൻ്റെത് എത്ര വരും? അത് 1 lakh ഡിഫറൻസ് വരുന്നത്. ഓപ്പ് 2 lakh വരില്ലടാ. അടാ ഇവിടെ ഇങ്ങനെ 1 lakh. ഈ 1 lakh ഞാൻ മെഷീനറി 6 lakh മേടിക്കുമ്പോൾ എനിക്ക് വന്ന
വർക്കിംഗ് അതല്ല ഞാൻ ക്യാപിറ്റൽ. ഡിഫറൻസാ പറഞ്ഞേ. ഡിഫറൻസ് എന്തിനാ ഡിഫറൻസ് ഇവിടെ എടുക്കണേ? അല്ല നമ്മളിവിടെ ഇൻക്രിമെന്റൽ അല്ലേ ചെയ്തേ. അപ്പൊ അതിന്റെ ഇൻക്രിമെന്റൽ എടുത്തല്ലേ ചെയ്യണ്ടേ? ആ, ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കട്ടെ. പക്ഷേ ഇവിടെ പഴയ മെഷീനറിക്ക് ഇയർ 4-ല് വർക്കിംഗ് ക്യാപിറ്റൽ സെയിൽ വരുന്നില്ലല്ലോ. പഴയ മെഷീനറി ഇല്ലല്ലോ. ഒരു മിനിറ്റ് ഇതിൽ എങ്ങനെ എടുത്തു നോക്കിയോട്ടെ. എടുത്തിട്ടില്ലേ? ഓ 1 lakh ആണ് എടുത്തിട്ടുള്ളത്. എൻഡ് ഓഫ് ഇയർ 4. റിലീസ് ഓഫ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ at the end of year 4. Since the incremental is അത് വേറെ. ഒരു മിനിറ്റ് ഇട്ടാ. ആ, ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഇവിടെ ഇൻക്രിമെന്റൽ സെയില് ഫുൾ ഇൻക്രിമെന്റൽ ഡിപ്രേഷൻ വരുമ്പോ ഇത് കറക്റ്റ് 1 lakh 2 lakh ഇൻഫ്ലോ വന്ന് നമ്മള് മൊത്തത്തില് നോക്കുമ്പോള് ശരിയാ നമ്മള് 2 സിനാരിയോ ആയിട്ടാണല്ലോ നോക്കണത്. എന്ന് വെച്ചാല് ഇപ്പൊ പഴയ മെഷീനറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിലീസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ 1 lakh വന്നായിരുന്നു അറ്റ് ദ എൻഡ് ഓഫ് ഇയർ 4-ല്. എന്നാൽ പുതിയ മെഷീനറി ആകുമ്പോൾ 2 lakh വരുന്നുണ്ട്. അപ്പൊ അവിടെ ഇൻക്രിമെന്റിൽ വരുന്ന 1 lakh ആണ്. ഇവിടെ ഫുള്ള് ഇൻക്രിമെന്റൽ ആയിട്ട് എടുക്കുമ്പോൾ ശരി അങ്ങനെ തന്നെ ചെയ്യണം. മനസ്സിലായി ചോദിക്കണില്ല. അപ്പൊ നിങ്ങൾക്കാണ് മനസ്സിലായത്. ആകാശിന് മനസ്സിലായാ? ഇല്ല സാറേ. ഇവിടെ ഉണ്ടല്ലോടാ, ഇങ്ങനെ ആലോചിക്ക്. ഇപ്പൊ നമ്മൾ ഈ ബ്ലോക്ക് വാല്യൂ കണ്ട പോലെ ഈ പുതിയ മെഷീനറി ഇല്ലായിരുന്നുവെങ്കിൽ ഇയർ 4-ന് എനിക്ക് റിലീസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എത്ര വരുമായിരുന്നു? 1 lakh. ഇനി ആൾട്ടർനേറ്റീവ് സിനാരിയോ മെഷീനറി വരുമ്പോൾ എനിക്ക് ഉണ്ടാവുന്ന റിലീസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എത്ര? 2 lakh. ഇവിടെ നോക്ക്, നമ്മൾ പഴയ മെഷീനറി ഉള്ള ബ്ലോക്ക് വാല്യൂ എടുത്തു, പുതിയ മെഷീനറി ബ്ലോക്ക് വാല്യൂ ഡിഫറൻസ് എടുത്തത്. അപ്പൊ ഇവിടെയും ഒബ്വിയസ്ലി പഴയ മെഷീനറി ഉണ്ടാകുമ്പോഴുള്ള റിലീസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ 1 lakh, പുതിയ മെഷീനറി എടുക്കുമ്പോൾ റിലീസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ 2 lakh. അപ്പൊ ഒബ്വിയസ്ലി ഇൻക്രിമെന്റൽ അല്ലേ എടുക്കേണ്ടത്. ഇവിടെ എല്ലാം ഇൻക്രിമെന്റൽ ഡാറ്റ ആയതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാ? ഞാൻ ആദ്യമേ ഇത് ഇല്ലില്ല. പറഞ്ഞായിരുന്നു. ഞാൻ അങ്ങനെ ആലോചിച്ചില്ല. ഇതിനോട് അത്ര ഒരു ഇത് വന്നില്ല എനിക്ക്. ഇതിനു മുന്നേ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ അതോ? ഇല്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചു. എന്തായാലും ഇൻക്രിമെന്റൽ അല്ലേ ചെയ്യാ. അപ്പൊ ഇവിടെ ഇൻക്രിമെന്റൽ. പിന്നെ അല്ല എനിക്കൊരു ഇൻക്രിമെന്റ് ഡൗട്ട്. ആ ഒരു ഡൗട്ട്. നമ്മള് ആ സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് 4 ഇയേഴ്സിന്റെതല്ലേ നമ്മള് ലൈക്ക് ഇയർ കാൽക്കുലേറ്റ് 3-ന്റെ ചെയ്യുന്നത്? എൻഡ്, ഇത് ഇയർ 4-ന്റെ എൻഡ്, ഇയർ 5-ന്റെ എൻഡ്, ഇയർ 6-ന്റെ എൻഡ്. പക്ഷെ നമ്മൾ നിൽക്കുന്നത് ഇയർ സെക്കൻഡ് എൻഡിലാണല്ലോ. അതുകൊണ്ടാണ് ഇയർ 1 2 3 4 അങ്ങനെ പറഞ്ഞത്. അപ്പളേ നമ്മൾ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഇയർ 3 തൊട്ടിട്ടുള്ളതല്ലേ എടുക്കുന്നത്? അതാണ് ഞാൻ 10%. പറഞ്ഞത്. നമ്മൾ നിൽക്കുന്നത് എവിടെയാ? നമ്മുടെ ഇയർ 0 എവിടെയാ? ഇയർ 2-ന്റെ എൻഡിലാ. ഓ, അവിടുന്ന് ലൈക്ക് എന്നിട്ട് 1 2 3 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തേക്കല്ലേ? ഞാൻ പറഞ്ഞേ. നമ്മൾ നിൽക്കുന്നത് ഇയർ 2-ന്റെ എൻഡ്, അതിനെ അല്ലെങ്കിൽ നമുക്ക് ഇയർ 0 എന്ന് പറയാം. അതാണ് ഞാൻ പറഞ്ഞത്. ഇയർ 1 ഇവിടെ ആകെ മൊത്തം സ്പൈഡർമാൻ വലവിട്ട പോലെ. ഇതൊക്കെ ഞാൻ വായിക്കട്ടെ, ഈ ഓൾഡ് ഡിപ്രഷന്റെ ഒക്കെ. ഇയർ 1 എന്ന് പറഞ്ഞാല് ഇയർ 3-ന്റെ എൻഡ് ആണ്. ഇയർ 2 എന്ന് പറഞ്ഞാല് ഇയർ 4-ന്റെ എൻഡാ. നമ്മൾ നിൽക്കുന്നത് ഇയർ സെക്കൻഡിലാണ്. ഇതാണ് നമ്മുടെ ഇയർ 0. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഇയർ 0-ലാ, സോറി ഇയർ 2 എൻഡിലാ. എന്ന് വെച്ചാൽ അതാണ് നമ്മൾ ഇയർ 0 ആക്കി എടുക്കുന്നത്. അപ്പൊ ഇയർ 3 എൻഡ് എന്തായിരിക്കും? ഇയർ 1. ഇയർ 4 എൻഡ് എന്തായിരിക്കും? ഇയർ 2. മനസ്സിലായില്ല?
ഉം. എടാ നമ്മള് കണ്ടാ 2 ഇയേഴ്സ് കഴിഞ്ഞു. 2 ഇയേഴ്സ് കഴിഞ്ഞു പറഞ്ഞാ 2 ഇയേഴ്സ് ഉം, കഴിഞ്ഞിട്ട് മനസ്സിലാക്കാം. നിക്കണൂന്നല്ലേ നമ്മള്. ഉം. എക്സിസ്റ്റിംഗ് മെഷീനറി ഹാസ് ബീൻ ഇൻ ഓപ്പറേഷൻ ഫോർ 2 ഇയേഴ്സ്. നമ്മള് 2 ഇയേഴ്സ് കഴിഞ്ഞിട്ടാ നിക്കണത്. ഈ ഒരു പോയിന്റിലാണ് നമ്മൾ തീരുമാനിക്കണത്. ഈ മെഷീനറി പഴയ മെഷീനറി ഇനി 4 വർഷത്തിന് കൊണ്ടുപോയാൽ അങ്ങനെയല്ലേ മൊത്തം 6 വർഷായത്. ഉം. മൊത്തം 6 വർഷമുള്ള മെഷീനറിയുടെ 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞ പോയിന്റിലാണ് നമ്മൾ നിക്കണത്. എന്നിട്ട് നമ്മൾ ആലോചിക്കാണ്. ഇനി 4 വർഷം ഈ പഴയ മെഷീനറി ഉള്ളോ? അല്ലേ? അതെ. പുതിയ മെഷീനറി എത്ര വർഷമുള്ളൂ? 4 വർഷമുള്ളൂ അല്ലേ? 4 വർഷം. ഉം. അപ്പൊ ഈ പഴയ മെഷീനറി ഇനി 4 വർഷത്തേക്ക് കൊണ്ടായാലേ എന്തായിരിക്കും അവസ്ഥ? പുതിയ മെഷീനറി 4 വർഷത്തേക്ക് കൊണ്ടായാലേ എന്തായാലും അവസ്ഥ? എന്തായിരിക്കും അവസ്ഥ? ഇതിങ്ങനെ ഒരു പാരലൽ ലൈൻ പോലെ നമ്മൾ നോക്കും. എന്നിട്ട് ഇതിന്റെ ഡിഫറൻസ് നമ്മള് നോക്കാണ്. അത് പോസിറ്റീവ് ആണെങ്കിൽ നത്തിങ് ബട്ട് പുതിയ മെഷീനറി വരുന്നതുകൊണ്ട് അഡീഷണൽ ലാഭം ഉണ്ടാക്കുന്നുണ്ടെന്നല്ലേ പഴയ മെഷീനറിയെക്കാളും. അതാണ് ഈ ഒരു കാൽക്കുലേഷനിലൂടെ നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉം. നമ്മളുണ്ടല്ലോ ഇപ്പൊ ഇയർ സെക്കൻഡിലാണ് നിക്കണത്. അതിപ്പോ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കണു. ഈ ഇയർ സെക്കൻഡിൽ നിൽക്കുമ്പോൾ പഴയ മെഷീനറി കൊണ്ടുണ്ടാവുന്ന ലാഭവും പുതിയ മെഷീനറി കൊണ്ടുണ്ടാവുന്ന ലാഭവും നമ്മൾ നോക്കി. അതിന്റെ ഡിഫറൻസ് എടുത്തു. അതാണ് എന്ത് 3,10,000 അല്ലേ? അല്ലേ? പഴയ മെഷീനറിയുടെ അതെ, അതെ. ലാഭം പുതിയ മെഷീനറിയുടെ ലാഭം ഡിഫറൻസ് 3,10,000 അല്ലേ? അതെ. ഇത് ഇൻക്രിമെന്റൽ അല്ലല്ലേ? ആ. ഇത് ഇൻക്രിമെന്റൽ ആവുമ്പോൾ ഒബ്വിയസ്ലി ഇനി ഫർദർ ഇതിന്ന് റെഡ്യൂസ് ചെയ്യണതും ഇൻക്രിമെന്റൽ ആയിരിക്കണ്ടേ? അപ്പൊ ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ഇൻക്രിമെന്റൽ ഡിപ്രീസിയേഷൻ കുറച്ചു. പിന്നെ ഒബ്വിയസ്ലി അതിന്റെ മേലെ അപ്ലൈ ചെയ്യുന്ന ഇൻക്രിമെന്റൽ ടാക്സ് ആയിരിക്കും. പിന്നെ അവിടുന്ന് വർക്കിംഗ് ക്യാപിറ്റൽ ആയാലും നമ്മൾ ഇൻക്രിമെന്റൽ എല്ലാം ഇൻക്രിമെന്റൽ എഫക്റ്റ് ആയിരിക്കണം. ഉം. ഒരു സംഭവത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രീതിയിൽ വേണ്ടേ ബാക്കിയുള്ള സംഭവങ്ങളെ ട്രീറ്റ് ചെയ്യാന്. അതെ, അതെ. അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ അത് എൻഡ് കൂടിയും കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ പ്രസന്റ് വാല്യൂ ഓഫ് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് എത്ര പറഞ്ഞേ? ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇയർ സെക്കൻഡ് എൻഡിലാണ്. ഞാൻ പറയാം 8,56,000. ഓക്കെ ഞാൻ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ 8,00,000 56,801. ഇതെന്തോ ഒരു വൃത്തികെട്ട നമ്പർ തന്നെയാണോ? എനിക്ക് വേണ്ടി 8 ലാക്ക് ചെയ്യുമ്പോഴത്തേക്ക് വ്യത്യാസം വരും. 8 ലാക്ക് ആണ് എന്ത് ഔട്ട്ഫ്ലോ അല്ലേ? ഉം. ആ ചെറിയൊരു 801 റൗണ്ടിങ് ഓഫ് വ്യത്യാസമായിരിക്കണം. ഇതിൽ 1 ലാക്ക് ഇൻക്രിമെന്റിൽ കൺസിഡർ ചെയ്തിട്ടുള്ളതല്ലേ വർക്കിംഗ് ക്യാപിറ്റൽ? കൺസിഡർ ചെയ്തിട്ടുള്ളതാ. എത്ര ഡെസിമൽ എടുത്തിട്ടുണ്ട്? ഇതിലുണ്ടല്ലോ നമുക്ക് ഡെസിമൽ ഫാക്ടർ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഫിഗർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അയ്യോ, അല്ല ഞാൻ അതല്ല ചെയ്തേ, ഞാൻ ചെയ്യുമായിരുന്നു. എത്ര ഡെസിമൽ എടുത്ത്? ഞാൻ 4. എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ 3 എടുത്താൽ മതിയെന്ന്. സാർ അത് ഞാൻ കണ്ടില്ല, സോറി. ഇത് കണ്ടില്ലെങ്കിലും ഞാൻ 3 എടുത്താൽ മതി പറഞ്ഞിട്ടില്ലേ? 3 റൗണ്ട് ഓഫ് ചെയ്ത് എടുക്കാനേ. നാമത് ഇത് ഉണ്ടെങ്കിൽ ഇത് തന്നെ ശീലമായിപ്പോയി, എടുക്കണം. അതുകൊണ്ടാ സാർ. ശീലമായിപ്പോയി, 4 എടുത്തെടുത്ത് ശീലമായിപ്പോയി, അതുകൊണ്ടാ. 4 എടുത്ത വിഷയമൊന്നുമില്ല. പക്ഷെ ഇത് തന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും തന്നെ എടുക്കണം. ഇനിയിപ്പോ ഞാൻ നോർമലി അത് കണ്ടില്ല സാർ, അതാ. ഓക്കെ ഇത് തന്നിട്ടുണ്ടെങ്കിൽ തന്നെ എടുക്കണം. അപ്പൊ മിക്കതും ശരിയാവും. ഇത് എത്ര ഒരു 10-100 രൂപ വ്യത്യാസമല്ലേ ഉള്ളൂ. ലക്ഷങ്ങൾ വെച്ച് നോക്കുമ്പോൾ 100 രൂപ വ്യത്യാസം ശരിയല്ല. അല്ല കുഴപ്പമില്ല. ബട്ട് എന്നാലും മാക്സിമം നമ്മൾ അപ്രോപ്രിയേറ്റ് ആക്കാൻ നോക്കുക. അത് ആ സ്റ്റഡി മെറ്റീരിയലത്തെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻത്തെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ എടുത്താൽ മതി. അപ്പൊ എന്തായാലും കറക്റ്റ് ആവും. അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ ഇതിലത്തെ എടുക്കുകയാണ് 56,778. ഇതിനൊക്കെ കിട്ടിയാ? ഓക്കെ. ഇതില് ഞാൻ മെയിൻ ക്വസ്റ്റ്യൻ ചെയ്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സംഭവം കാണിക്കാനാണ്. ഇപ്പൊ ഇൻക്രിമെന്റ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചോദിക്കുമ്പോ ഒന്നും അതിന്റെ ഒരു ഇത് കാണുന്നില്ല. ഈ കണ്ടാ ചിലരുണ്ടല്ലോ ഈ 3 ലാഖിന്ന് ടാക്സ് എമൗണ്ട് കുറക്കും. അത് കുറയ്ക്കരുത്. കാരണം ഇവിടെ പ്രോഫിറ്റോ ലോസോ വരുന്നില്ല. ബ്ലോക്കിൽ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യാ സെയിൽ പ്രൊസീഡ്സ്. റിട്ടേൺ ഓൺ വാല്യൂലാണ് ബ്ലോക്ക് വരത്തുള്ളൂ. SLMൽ ഈ ബ്ലോക്ക് വരുന്ന സംഭവം വരുമോ? ഇല്ല. വരത്തില്ല. അപ്പൊ ഈ പഴയ മെഷീനറിനെ വിൽക്കുന്നതിനെ സെപ്പറേറ്റ്ലി ട്രീറ്റ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാല് പഴയ മെഷീന്റെ റിട്ടേൺ ഓൺ വാല്യൂ എത്ര? ലോസ് ആണോ പ്രോഫിറ്റ് ആണോ ഉണ്ടാവണം? അതിന്റെ മേലെ ടാക്സ് അടക്കേണ്ടി വരും. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റിന് ഈ സംഭവത്തിന്റെ ഒരു സെയിം സെറ്റപ്പ് തന്നെയാണ്. ഇതിൽ SLM ആണെന്നൊരു വ്യത്യാസമുള്ളൂ. അപ്പൊ ഇതും കൂടി ഒന്ന് ചെയ്തോ. ഇത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ. അത് മറ്റേ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറഞ്ഞാണ്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു.
ഇതില് ഞാനൊന്ന് വായിക്കാം. ഏതോ ലിമിറ്റഡ് ഈസ് റീപ്ലേസിംഗ് ഇറ്റ്സ് എക്സിസ്റ്റിംഗ് മെഷീൻ ബൈ എ ന്യൂ മെഷീൻ വിച്ച് വുഡ് കോസ്റ്റ് 60 lakh. അപ്പോ പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോയില് കോസ്റ്റ് ഓഫ് ന്യൂ മെഷീൻ എത്രയാണ്? 6 lakh. 60 lakh. ഓക്കെ. കറന്റ് ഇയർ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 80,000. എക്സ്പെക്ടഡ് ടു ഇൻക്രീസ് ടു 1 lakh യൂണിറ്റ്. ഓക്കെ. എക്സിസ്റ്റിംഗ് മെഷീൻ 80,000 യൂണിറ്റ്, പുതിയ മെഷീന് 1 lakh യൂണിറ്റ് ഉണ്ടാക്കണം. പുതിയ മെഷീന്റെ വില എത്രയാണ്? 60 lakh. 60 lakh. ഓക്കെ. ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് വുഡ് റിമെയിൻ 200 പെർ യൂണിറ്റ്. ഓക്കെ. രണ്ടിലും 200 പെർ യൂണിറ്റ് ആണ്. അപ്പൊ ഈ 200ൽ നിന്ന് ഈ കോസ്റ്റ് കുറക്കണം, 200ൽ നിന്ന് ഈ കോസ്റ്റ് കുറക്കണം, ഡിഫറൻസ് എടുക്കാൻ അല്ലേ? ഇത് പറഞ്ഞാൽ കോസ്റ്റ് സേവിങ്സാ. ശരിക്കും നമുക്ക് പ്രോഫിറ്റ് ഡിഫറൻസ് ഇതിൽ പറഞ്ഞാൽ സെയിൽസ് പ്രൈസ് കൺസിഡർ ചെയ്തിട്ടില്ല. നമുക്ക് സെയിൽസ് പ്രൈസും കോസ്റ്റും സെപ്പറേറ്റ്ലി കൺസിഡർ അതിന്റെ ഇൻക്രിമെന്റൽ അല്ലേ എടുക്കേണ്ടത്, അല്ലടാ? അതെ. ഓക്കെ. പിന്നെ ഇതിന്റെ കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട്. ഇതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. കാരണം ഇത് ജനറൽ ഓവർഹെഡ് ആണ്. ഇത് നമ്മൾ മെഷീനറി മേടിച്ചാലും മേടിച്ചില്ലെങ്കിലും ഈ കോസ്റ്റ് ഇൻകർ ചെയ്യും. അപ്പൊ ഇത് നമ്മൾ ഇറലവന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. നമ്മൾ ഡിസിഷൻ മേക്കിംഗിൽ എടുക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേഷനിൽ കൺസിഡർ ചെയ്യരുത്. ഏത് കോർപ്പറേറ്റ് ഓവർഹെഡ് ഉദ്ദേശിക്കുന്നത് ജനറൽ ഓവർഹെഡ്. അതിന്റെ ഒരു ഭാഗം അലോക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ത് ടണ്ണും 12.5. അത് നമ്മൾ കൺസിഡർ ചെയ്യരുത്. കാരണം ഈ മെഷീനറി മേടിച്ചാലും മേടിച്ചില്ലെങ്കിലും നമ്മളുണ്ടല്ലോ ഈ മെഷീനറി മേടിക്കേണ്ട കൺസിഡർ ചെയ്യുമ്പോൾ ആ മെഷീനറി കൊണ്ട് ഉണ്ടാവുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടങ്ങളല്ലേ കൺസിഡർ ചെയ്യേണ്ടത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ഓവർഹെഡ് ആണ്. ഒരു ഈ മെഷീനറി മേടിച്ചാലും മേടിച്ചില്ലെങ്കിലും, പുതിയ മെഷീനറി മേടിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ പഴയ മെഷീനറി റീപ്ലേസ് ചെയ്തില്ലെങ്കിലും ഈ എക്സ്പെൻസ് ഇൻകർ ആവും. അതുകൊണ്ട് ഇതൊരു ഇറലവന്റ് കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ ആണോ? എക്സിസ്റ്റിംഗ് മെഷീൻ ആസ് എൻ അക്കൗണ്ടിംഗ് ബുക്ക് വാല്യൂ ഓഫ് 1 lakh. എക്സിസ്റ്റിംഗ് മെഷീന് ഇതിന് 1 lakh ബുക്ക് വാല്യൂ ഉണ്ട്. ബട്ട് ഇറ്റ് ഹാസ് ബീൻ ഫുള്ളി ഡിപ്രിസിയേറ്റഡ് ഫോർ ടാക്സ് പർപ്പസ്. ഓക്കെ. അപ്പൊ ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ ഇൻകം ടാക്സ് പ്രകാരം അതിന്റെ WDV ഇപ്പൊ എത്രയാണ്? WDV പ്രകാരം ഇപ്പൊ എക്സിസ്റ്റിംഗ് മെഷീനറിയുടെ ബുക്ക് വാല്യൂ എത്രയാണ്? ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അത് ബുക്കിലുള്ള വാല്യൂ. ഇപ്പൊ നില്ലല്ലേ? ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് മെഷീൻ വിൽ ബി യൂസ്ഫുൾ ഫോർ 5 years. ഇത് പഴയ മെഷീനറിയുടെ ഡാറ്റാസ് ആണ് പറഞ്ഞത്. പഴയ മെഷീനറിയുടെ പ്രൈസ് തന്നിട്ടില്ല, പുതിയ മെഷീനറിയുടെ പ്രൈസ് മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ. ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഓൾഡ് മെഷീൻ ടുഡേ ഈസ് 1,50,000. ഓക്കെ. അല്ല സോറി. The supplier of the new machine has offered to accept old machine for 2,50,000. However, the market price of old machine today is 1,50,000. മാർക്കറ്റിൽ വിറ്റാൽ, അല്ലെങ്കിൽ പൊതുവെ ഞാൻ പുറത്ത് ചെന്ന് വിറ്റാല് 1,50,000. പക്ഷെ പുതിയ മെഷീനറി ഞാൻ ആരുടെയൊക്കെയാണോ മേടിക്കുന്നത് അയാൾ എന്റെ പഴയ മെഷീനറി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ എനിക്ക് 2.5 ലക്ഷം രൂപ തരൂത്രേ. അപ്പൊ ഒബ്വിയസ്ലി ഒന്ന് ആലോചിച്ച് നോക്ക്, ഇൻകം ടാക്സ് പ്രകാരം നില്ലായിട്ടുള്ള ഇവിടെ SLM മെത്തേഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ബ്ലോക്ക് കോൺസെപ്റ്റ് ഒന്നും ഇല്ല. നമ്മൾ സെയിൽ പ്രൊസീജിയർ ബ്ലോക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പരിപാടി ഇല്ല. എല്ലാ അസറ്റും സെപ്പറേറ്റ് ട്രീറ്റ് ചെയ്യണം. 2.5 ലക്ഷം രൂപ നമ്മൾ ഇൻകം ടാക്സ് പ്രകാരം ഡിപ്രിസിയേഷൻ ഒക്കെ കാണിക്കുക. ലൈക്ക് നമ്മൾ അസ്യൂം ചെയ്യും ഇൻകം ടാക്സ് പ്രകാരമുള്ള ഡിപ്രിസിയേഷൻ റേറ്റ് ആണ് തന്നിട്ടുള്ളതെന്ന്. അപ്പോ ഇൻകം ടാക്സ് പ്രകാരം ഒരു അസറ്റിന് 0 ആണ് വാല്യൂ. അപ്പൊ 0 വാല്യൂ ഉള്ള സാധനം 1 രൂപക്ക് വിറ്റാല് അവിടെ 1 രൂപ ലാഭല്ലേ? 0 വാല്യൂ ഉള്ള സാധനം 2.5 ലക്ഷത്തിന് രൂപ വിൽക്കുമ്പോൾ 2.5 ലക്ഷം രൂപ ലാഭല്ലേ? ആ 2.5 ലക്ഷത്തിന്റെ മേൽ 40% ടാക്സ് അടക്കേണ്ടി വരില്ലേ? അപ്പൊ നമുക്കിവിടെ സെയിൽ പ്രൊസീഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്ട്ലി 2,40,000 മൈനസ് 40% അല്ലേ? സോറി 2,50,000 മൈനസ് 40% അല്ലേ? അല്ലേ മധുന? ഓക്കെ. ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഓൾഡ് മെഷീൻ ടുഡേ നമ്മൾ ഇതിന് വിൽക്കോ ഇത്ര വലിയ വില കിട്ടുമ്പോ? ഇല്ല. ഇത് വെറുതെ ആളെ പറ്റിക്കാനാ. 35,000 ആണ് 5 yearsന്റെ സാൽവേജ് വാല്യൂ. അപ്പൊ ഒബ്വിയസ്ലി ഇൻക്രിമെന്റൽ കാണുമ്പോൾ ഈ പുതിയ മെഷീനറിയുടെ സാൽവേജ് വാല്യൂ ഉണ്ടെങ്കിൽ അതിന്ന് ഇത് റെഡ്യൂസ് ചെയ്തിട്ടല്ലേ ഇൻക്രിമെന്റൽ കാണേണ്ടി വരിക. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്ത പോലെ നേരത്തെ. ന്യൂ മെഷീൻ ഹാസ് എ ലൈഫ് ഓഫ് 5 years. ഓക്കെ. രണ്ടിനും 5 years ആണ്. അപ്പൊ വിഷയമല്ല. അതിന്റെ സാൽവേജ് വാല്യൂ ഓഫ് 2,50,000. അപ്പൊ ഇൻക്രിമെന്റൽ സാൽവേജ് വാല്യൂ
ഇത് മൈനസ് ഇതല്ലേ? ഉം. ഓക്കെ. അറ്റ് ദ എൻഡ് ഓഫ് ഹിസ് എക്കണോമി ടാക്സ് റേറ്റ് 40%, ഡിപ്രീസിയേഷൻ സാലറി ലൈൻ ബേസ് നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ ഓക്കെ. ഫർദർ അസ്യൂം ബുക്ക് ദാറ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 15%. ഓക്കെ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 50%. ഓക്കെ. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ സെയിൽസിന്ന് ഡിപ്രിസിയേഷൻ നമ്മൾ സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കണം. കാരണം ഇത് ചിലപ്പോൾ ശരിയായിക്കൊള്ളുന്നില്ല. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ ടാക്സ് കണ്ടുപിടിച്ചേ. ഇത് കൺസിഡർ ചെയ്യാതെ ജനറൽ ഓവർഹെഡ് കൺസിഡർ ചെയ്യാതെ ഡിപ്രിസിയേഷൻ കൺസിഡർ ചെയ്യാതെ രണ്ടിന്റെയും സെപ്പറേറ്റ്ലി കണ്ടുപിടിച്ചേ. എന്നിട്ട് അതിന്റെ ഡിഫറൻസ് എനിക്ക് പറഞ്ഞു തരണം. സെപ്പറേറ്റ്ലി കണ്ടുപിടിച്ചേ. സാറേ ആ നമ്മൾ മറ്റേ അൺഈക്വൽ ലൈഫ് ആയിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് വേറെ രീതിയിൽ നമ്മൾ ചെയ്യത്തില്ല, മറ്റേ ഈക്വലന്റ് അൺഈക്വൽ എൻ ലൈഫ് പി വി ആകുമ്പോൾ നോർമലി ഇത്തരം ക്വസ്റ്റ്യൻ അൺഈക്വൽ ലൈഫ് തരത്തില്ല. കാരണം അല്ലാതെ ഇതിൽ കുറെ കാര്യങ്ങൾ ചെയ്യണ്ടാവും. അൺഈക്വൽ ലൈഫ് ആകുമ്പോൾ നമ്മൾ പെർ ഇയർ NPV കണ്ടുപിടിക്കണം. കാരണം അതിൽ ഈക്വലന്റ് എൻ പി വി മറ്റേ ഡിവൈഡ് ചെയ്യുന്നത്. ഇക്വലൈസ്ഡ് ആനുവൽ NPV പറയും അതിന്. ആ. കാരണം ഒരു പ്രൊജക്റ്റ് 4 വർഷവും ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ നീയും നിന്റെ അനിയനും എന്താണ് താരശക്തി എന്ന് കമ്പയർ ചെയ്യണതിൽ ലോജിക്ക് ഇല്ലല്ലോ. എന്താ? ഇല്ലില്ല. അപ്പൊ അതുപോലെ ഒരു പ്രൊജക്റ്റ് 4 വർഷം ഒരു പ്രൊജക്റ്റ് 2 വർഷവും ഡിഫറെന്റ് പ്രോഫിറ്റ് ആയിരിക്കും തരാം. അതില് പ്രൊജക്റ്റ് 4 നല്ലത് അല്ലെങ്കിൽ പ്രൊജക്റ്റ് 2 പറയുമ്പോൾ ചിലപ്പോൾ തെറ്റായ ഡിസിഷൻ എടുക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? പെർ ഇയർ അതും ഇക്വലൈസ്ഡ് എന്ന് വെച്ചാൽ ആ പ്രസന്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ പ്രകാരം പെർ ഇയർ എത്രയാണ് ലൈക്ക് ജനറേറ്റ് ചെയ്യണം. ആ പെർ ഇയർ നമുക്ക് കമ്പയർ ചെയ്തൂടെ രണ്ടിന്റെയും. അപ്പൊ അതാണ് എന്ത് compare ഇക്വലൈസ്ഡ് ചെയ്യാം. ആനുവൽ NPV പറയണത്. ആ ഓവർ ദ പീരിയഡിൽ അവരുണ്ടാക്കുന്ന ലാഭത്തെ ഇക്വാലന്റ് ആയിട്ട് പെർ ഇയറിൽ ഡിവൈഡ് ചെയ്യും. അത് 2 മെഷീനറിക്കും. എന്നിട്ട് പെർ ഇയർ ബേസ് കമ്പയർ ചെയ്തിട്ട് ഏതാ നല്ലത് വെച്ചാൽ എടുക്കും. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് മുന്നേ ഏതോ ഒരു സെഷനിൽ. ഇല്ല മിഥുന? അത് നമ്മൾ ഡിപ്രിസിയേഷൻ കൺസിഡർ ചെയ്യണ്ടല്ലോ. ഈ ടേബിളിനകത്ത് കൊടുത്തേക്കുന്ന ഡിപ്രിസിയേഷൻ കൺസിഡർ ചെയ്യണ്ടല്ലോ. ഡിപ്രഷൻ ഇപ്പൊ കൺസിഡർ ചെയ്യണ്ട. ഇവിടെ ഉണ്ടല്ലോടാ ടോട്ടൽ കോസ്റ്റ് കൂട്ടുക. 200 കുറക്കുക. 80,000 ആയിട്ട് ഇൻറ്റു ചെയ്യുക. പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ ടാക്സ് ആസ് പെർ എക്സിസ്റ്റിംഗ് മെഷീൻ കിട്ടി. ടോട്ടൽ കോസ്റ്റ് എടുക്കുക. 200 കുറക്കുക. 1 ലാഖിനായിട്ട് ഇൻറ്റു ചെയ്യുക. പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ ആസ് പെർ ന്യൂ മെഷീൻ കിട്ടി. അതിന്റെ ഡിഫറൻസ് എടുത്താൽ മതി. പെട്ടെന്ന് കണ്ടുപിടിക്കാം. പെർ യൂണിറ്റ് ആദ്യം കാണാൻ ഇൻറ്റു ചെയ്യുക ടോട്ടൽ യൂണിറ്റ് ആയിട്ട്. അല്ലാതെ ഓരോന്നിന്റെയും ടോട്ടൽ മെറ്റീരിയൽ ടോട്ടൽ കോസ്റ്റ് ഇമേജ് അങ്ങനെ ചെയ്ത സമയം കളയല്ലേ. പ്രസന്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഏതൊക്കെ രീതിയിൽ സമയം കുറക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ കുറക്കാം. നമ്മൾ നോട്ട് കൊടുത്താൽ മതി എന്നുള്ളൂ. ഒരു 80 രൂപ എഴുതിയിട്ടുണ്ടെങ്കിൽ 80 രൂപ എന്തിൻ്റെയാണ്, രൂപയാണോ കിലോനാണോ അങ്ങനെ സെപ്പറേറ്റ്ലി കൃത്യമായിട്ട് എഴുതിയാൽ മതി എന്നുള്ളൂ. ഉം. ഉം. ഇതിനിടെ ബോത്ത് ഗ്രൂപ്പ് പ്രിപ്പറേഷൻ എന്തായി? ഫസ്റ്റ് ഗ്രൂപ്പ് കുഴപ്പമില്ല. ഒരു ഗ്രൂപ്പാണ് കുഴപ്പം. സെക്കൻഡ് ഗ്രൂപ്പ് അത്രക്ക് നോക്കിട്ടൊന്നുമില്ല. എവിടെയൊക്കെ എന്തൊക്കെ നോക്കുന്നു. എങ്ങാനും സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സായിട്ട് ഒന്നുമില്ല. അല്ല നമ്മള് ഞാൻ പറഞ്ഞോണ്ടൊന്നും ആവണ്ട വെച്ചിട്ടൊന്നും പറയരുത്. എങ്ങാനും ഗുളിക കേറിയാലോ പറഞ്ഞാലോ. ആകാശ് 2 പേപ്പർ ഉള്ളതെന്നല്ലേ പറഞ്ഞേ? അല്ല സാറേ, എനിക്ക് അക്കൗണ്ടിങ്ങിൽ എക്സംഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ബോത്ത് ചെയ്തുണ്ടോ അപ്പോ? ആ ഉണ്ട്. ഓ വേറെ മറ്റേ ആകാശാണ് 2 പേപ്പർ സെക്കൻഡ് ഗ്രൂപ്പ്. അവിടെ എക്സാം സെന്റർ ഒക്കെ എവിടെ? കോട്ടയം. കോട്ടയം.
സാറേ ഡിപ്രിസിയേഷൻ ചെയ്തോട്ടെ, സെയിൽസ് കിട്ടിയായിരുന്നു. ഡിപ്രിസിയേഷൻ ചെയ്യുമ്പോ ഉണ്ടല്ലോടാ, ഉം. നമ്മൾ ഇൻക്രിമെന്റൽ ഡിപ്രിസിയേഷൻ ചെയ്യണ്ടേ? ആ വേണം. പഴയ മെഷീനറി ആകുമ്പോൾ എത്ര ഡിപ്രിസിയേഷൻ വരെയായിരുന്നു? 1 lakh divided by 5. പഴയ മെഷീനറിയുടെ കോസ്റ്റ് ഇല്ല ഇതില് കോപ്പ്. ബുക്ക് വാല്യൂ തന്നിട്ടില്ല, അപ്പൊ നമ്മൾ അതിനെ ചെയ്താ പോരെ. എങ്ങനെ? അക്കൗണ്ടിങ്ങിലെ ബുക്ക് വാല്യൂ തന്നിട്ടില്ലേ? അല്ലല്ല, ആ ഡിപ്രിസിയേഷൻ അല്ലല്ലോ നമ്മൾ ഇൻകം ടാക്സ് പ്രകാരം ഓർക്കണം. ഒരു മിനിറ്റ്. അല്ല, നമ്മൾ ഇൻകം ടാക്സ് പ്രകാരം ഡിപ്രിസിയേഷൻ കാണിക്കുക. ഇൻകം ടാക്സ് പ്രകാരം ഡിപ്രിസിയേഷൻ ഇല്ലല്ലോ, ബേസ് വാല്യൂ ഇല്ലല്ലോ. ഇല്ല. അപ്പൊ പുതിയ ഡിപ്രിസിയേഷൻ തന്നെയാണ് എന്ത്? ഇൻക്രിമെന്റൽ ഇൻക്രിമെന്റൽ. ഡിപ്രിസിയേഷനും അല്ലേ? ആ അതെ അതെ. അതാണ് അതാണ് എന്താ കോസ്റ്റ് തരാത്ത എന്ത് ചിലപ്പോൾ കോസ്റ്റ് തന്നെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കും. ഇനി കോസ്റ്റ് തന്നില്ലെങ്കിലും എടുക്കരുത്. കാരണം ഡിപ്രിസിയേഷൻ നമ്മൾ ഇത് ടാക്സ് അടക്കണം. ടാക്സ് അടക്കണമെങ്കിൽ ഇൻകം ടാക്സ് പ്രകാരം ഡിപ്രിസിയേഷൻ ആണ് കുറക്കേണ്ടത് അല്ലേ? ഉം. അപ്പോ കോസ്റ്റ് തന്നില്ലെങ്കിലും അത് എടുക്കരുത്. ഇപ്പൊ തരാത്തോണ്ട് നമ്മളിങ്ങനെ ആലോചിച്ച് അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വന്നു. കോസ്റ്റ് തന്നിട്ടുണ്ടെങ്കിലും ഡിപ്രിസിയേഷൻ ഫുള്ളി ഡിപ്രിസിയേറ്റ് ചെയ്തിട്ടുണ്ട് ആസ് പെർ ഇൻകം ടാക്സ് പർപ്പസ് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കരുത്. ബുക്ക് വാല്യൂ പ്രകാരം കോസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെ ബുക്ക് വാല്യൂ എന്നല്ല, കോസ്റ്റ് രണ്ടിലും സെയിം തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഫുള്ളി ഡിപ്രിസിയേറ്റ് ചെയ്തിട്ടുണ്ട് ആസ് പെർ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് തന്നാലും അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഡിപ്രിസിയേഷൻ കൊടുക്കാനില്ല, നില്ലാണ് ഇൻകം ടാക്സ് പ്രകാരം ബുക്ക് വാല്യൂ അല്ലേ? ഉം. എന്നാൽ പുതിയ മെഷീനറി ഉണ്ട് താനും. അപ്പൊ പുതിയ മെഷീനറി എത്ര? 60 ലാക്ക്. അതിന്റെ സാൽവേജ് വാല്യൂ 2,50,000. ബാക്കി 4 ലാക്ക്. അപ്പോ 60 ലാക്ക് മൈനസ് 2,50,000 എത്ര? 4 ഇയർ അല്ലേ? അല്ല, അതെ. 5 ഇയർ അല്ലേ? 5 ഇയർ ആണോ? ഓക്കെ, 5 year. 11,50,000. ഉം. എത്ര ഡിപ്രിസിയേഷൻ? ഒരു മിനിറ്റ്. ഓക്കെ, 11,50,000. അപ്പോൾ പുതിയ മെഷീനറിയുടെ ഡിപ്രിസിയേഷൻ തന്നെയാണ് ഇൻക്രിമെന്റൽ ഡിപ്രിസിയേഷൻ. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ മെഷീനറിക്ക് ഡിപ്രിസിയേഷൻ ഇല്ല ആസ് പെർ ഇൻകം ടാക്സ് പ്രകാരം. ഇൻകം ടാക്സ് പ്രകാരമാണ് ഡിപ്രിസിയേഷൻ നമ്മൾ കാണിക്കുള്ളൂ. കാരണം അത് പ്രകാരം ഡിപ്രിസിയേഷൻ കുറച്ചാലാണ് കറക്റ്റ് ടാക്സ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ഉം. ഓക്കെ, അതെ. ഓക്കെ. 11,50,000 വേഗം കുറച്ചേ. 11,50,000 കുറക്കുക, എന്നിട്ട് ടാക്സ് കുറക്കുക, എന്നിട്ട് ഡിപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുക. ഇത് നമുക്ക് വേണമെങ്കിൽ 1 ഇയറിന് കണ്ടിട്ട് എല്ലാ ഇയർക്കും എന്താ കാണിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെ സെപ്പറേറ്റ്ലി കാട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കാണിക്കണമെന്നില്ല. അപ്പൊ പെർ ഇയർന്ന് കാട്ടിയിട്ട് ആദ്യം പെർ ഇയർ കണ്ടുപിടിക്കാം. എന്നിട്ട് പിന്നെ ഇങ്ങനെ എന്തായാലും ഡിസ്കൗണ്ടിങ് ഫാക്ടർ വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പൊ അതിന് മുന്നേ ഉള്ള ആ ഒരു ലൈന് സെപ്പറേറ്റ്ലി ഇങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുകൊണ്ട് വിചാരിക്കുന്നു. മനസ്സിലാവണില്ലെങ്കിൽ ചോദിക്കുക. എനിക്ക് മെന്റലിസം അറിയത്തില്ല. മിഥുനൊക്കെ അറിയോ മെന്റലിസം? എനിക്കറിയില്ല. എന്തിനാ ഇങ്ങനെ വിഷമിക്കണ? എന്തിനാ? എനിക്കും അറിയില്ലല്ലോ. ഞാൻ ചിരിച്ചിട്ടല്ലേ പറയണേ. വിചിട്ടൊന്നല്ല പറഞ്ഞു. സായി ബാബു ഇങ്ങനെ. മിഥുനയുടെ സെന്റർ എവിടെയാണ്? എന്റേത് കൊല്ലത്ത് തന്നെയാ. കൊല്ലം. ആ, വേഗം ചെയ്യ് സമയം കളയല്ലേ. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, കഴിഞ്ഞ്. കിട്ടി സാർ. ഇൻക്രിമെന്റൽ എത്ര? 22,84,000. ഓക്കെ, ഇനി അത് ഡിസ്കൗണ്ട് ചെയ്തൂടെ? അങ്ങനെ ഡിസ്കൗണ്ട് ചെയ്തിട്ട് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിച്ചേ. സാറേ മറ്റേ ടേബിൾ ഒന്ന് കാണിക്കാമോ? ചെയ്തോക്കട്ടെ. ഏതാ ടേബിൾ ചെയ്താ? ടേബിൾ കാണിക്കാം. ടേബിള് ചെയ്തുവാ സാറേ, ടേബിള് പി വി ടേബിൾ. ഫാക്ടറിന്റെ ടേബിള് ഓക്കെ. മോനെ, ദിൽ ക ദർയാ
മിഥുനാ പറഞ്ഞോ. ഇങ്ങനെ നടന്നാ മതിയാ? ആ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? എക്സാം ഒക്കെ എഴുതണ്ടേ? ആകാശിനൊരു കാര്യം അറിയോ? എന്താ സാർ? പറയൂ സാർ. ഒരു കാര്യം അതിന് ഹൈ. വെറുതെ ഇരിക്കുമ്പോ എനിക്ക് ബോറടിക്കണം. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നുന്നു. നിങ്ങൾ വേഗം ഉത്തരം പറഞ്ഞാൽ ഞാൻ നിർത്താം. നിങ്ങൾ ഉത്തരം നല്ല അടി വരുമ്പോ കിട്ടാത്തതിന്റെ കുറവാ. സാർ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? ഞാനിത് എടുക്കുന്നു. നമ്മളിപ്പം എളുപ്പത്തിന് വേണം നമുക്ക് മറ്റേ ഈ പി വി ഫാക്ടർ എല്ലാവരും കൂട്ടിയിട്ട് എൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പരിപാടി കഴിയും. ഇങ്ങനെയുണ്ട് സമയം ലാഭിക്കാം. പക്ഷെ ഞാൻ ഇങ്ങനെ വേറെ ഞങ്ങൾ സാറിന് ചോദിച്ചപ്പോ അല്ല പുള്ളി പറഞ്ഞ അങ്ങനെ എങ്ങനെ അതായത് വേറെ ഇപ്പൊ സാറ് 15 പറഞ്ഞ അങ്ങനെ ടേബിൾ തന്നേക്കുന്നോണ്ട് അവർ ചെയ്യണം എന്നൊരു ഫോർമാറ്റ് അവർക്ക് കാണും. അപ്പൊ ആ നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും. ശരിയാണ്. നമ്മള് ഇപ്പൊ ഇതിനൊരു ഇത്ര മാർക്ക് തരാ പറയുമ്പോ ഇങ്ങനെ ഡിഫറെന്റ് ഒക്കെ എടുത്തിട്ട് ചെയ്യണതായിരിക്കും ആ ഒരു മാർക്ക് അലൊക്കേഷൻ തരാം. ഉം. മനസ്സിലായി. ഇത് സെയിം എമൗണ്ട്. പക്ഷെ ഇതില് വേറെ ഒരു സാൽവേജ് വാല്യൂ നിങ്ങൾ എടുത്തിട്ടില്ലേ ഇയർ എൻഡില്? ഇയർ 5-ലല്ലേ? ഇയർ എൻഡ് പറഞ്ഞാ പിന്നെ ഇയർ 10 ആ അല്ല അപ്പൊ അത് ഇൻക്രിമെന്റിൽ എടുത്തിട്ടില്ലേ? എടുത്തു. ഓക്കെ, ഇയർ എൻഡ് പറഞ്ഞ ഏത് ഇയറിന്റെ വേണമെങ്കിലും എൻഡ് ആവാല്ലേ. സോറി. ഓക്കെ. ശരിയാണ്. പക്ഷെ നമുക്ക് കൂടുതൽ ഇങ്ങനെ ഡിഫറെന്റ് ഇയറിന് ചെയ്യണതല്ലേ. പറഞ്ഞ പോലെ അങ്ങനെ ചെയ്താൽ മതി. ഡിഫറെന്റ് ആയിട്ട് തന്നെ ചെയ്താൽ മതി. ചിലപ്പോ ആ ഒരു മിനിറ്റ് സേവ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോ 3 മാസത്തേക്ക് പോകണ്ടാവാം. നഷ്ടപ്പെട്ട 5 കോടി വീണ്ടെടുക്കാൻ 10 കോടി ചെലവാക്കിയ പോലെ. അപ്പൊ ആ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ നമുക്ക് നോർമൽ അതിനാണ് കൂടുതൽ സ്റ്റഡി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ ചെയ്യണം. ലൈക്ക് ഈവൻ ഇഫ് സിമ്പിൾ ഷോർട്ട് കട്ട് ആണെങ്കിൽ പോലും അവർക്ക് ആ മാർക്ക് തരണമെങ്കിൽ നിങ്ങൾ ഇത്തിരി പണിയെടുത്ത് തോന്നണ്ടേ. അതിന് ഇതൊക്കെയാണ് വഴി. എത്രയും ഇതിനുത്തരം ഇതിനൊക്കെ പഴയ ഒരു ഉഷാറില്ല കേട്ടാ. ഇതിനെന്താണ് ഒന്നും മിണ്ടാത്തത്? ഉത്തരം കിട്ടിയില്ലേ? ചെയ്തോണ്ടിരിക്കുകയാണോ? ചെയ്യാ ഓക്കെ ഒരു ഓക്കെ ഓക്കെ മിനിറ്റ്. ഓക്കെ 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 വഞ്ചി ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് കഴിഞ്ഞ് ഇനി നമുക്ക് ക്യാഷ് ഇൻഫ്ലോ കൂടി കണ്ടുപിടിക്കാണ്ട്. അത് കാണിക്കാനാണ് മെയിൻലി ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തത്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി 1 അവർ ദി അതർ വേ നമ്മൾ ക്ലാസ്സിൽ മുന്നേ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞാ പറയേ. വേറെ കാര്യം നോക്കട്ടെ. ഞാന് സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക് അനലൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താ സാർ? ഓക്കെ. ഓഡിയോ സ്ക്രീനിന് വല്ല ഇഷ്യൂ ഉണ്ടോ? ഇല്ല. ഇത് ഏത് ഇതിലാണാവോ?
സ്പീഡ് കൂടുതൽ കുറവ് വല്ലതും ഉണ്ടാ? സ്പീഡ് കുറവാന്ന് ഐ സ്പീഡ് മീൻ ഇച്ചിരി ഞാൻ സ്പീഡ് ഇച്ചിരി കുറവാന്ന് പോലെ തോന്നുന്നു. സ്പീഡ് കുറവാന്ന് പറയുമ്പോ കൂട്ടണം എന്ന് കൂട്ടണം. കുറച്ചുകൂടെ സ്പീഡിൽ പോയാൽ നമ്മുടെ കാര്യങ്ങൾ തീരും. ഓക്കെ, ഇപ്പൊ നമ്മള് പക്ഷെ ക്ലാസ്സില് ക്വസ്റ്റ്യനില് വേണ്ട പോയിന്റ്സ് അല്ലേ ഡിസ്കസ് ചെയ്യുന്നത്? വേണ്ടാത്ത സിമ്പിൾ പോയിന്റ്സ് വീണ്ടും വലിച്ചു നീട്ടി പറയണ്ടാ? ഇല്ലില്ല, നമ്മൾ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടുവാണെങ്കിൽ, കുറച്ച് പ്രഷർ കൊടുക്കുവാണെങ്കിൽ പ്രഷർ പറഞ്ഞാൽ ഇപ്പൊ വാൻ ചെയ്യുന്നല്ലേ പറയാൻ പറ്റുള്ളൂ എനിക്ക്. അതാ പറഞ്ഞേ, പെട്ടെന്ന് എങ്ങനെ ഇങ്ങനെ ടൈം കൊടുത്തിട്ട് അതാണോ നീ ഉദ്ദേശിക്കണ്ടായവ? അത് തന്നെ അത് തന്നെ അത് നീ തന്നെ തന്നെ എഴുതി പോകുന്നുണ്ടല്ലേ അത്? ഞാൻ തന്നെ എഴുതിയാ. എന്താ? അല്ല, ഞങ്ങൾക്കൊരു സാറുണ്ടായിരുന്നു. ഞങ്ങൾ ആ സാറ് ഇപ്പൊ 10 മിനിറ്റ് ഒരു ക്വസ്റ്റ്യനെങ്കിൽ സാർ 6 മിനിറ്റ് തരത്തുള്ളൂ. ഓ അങ്ങനെ. ഞാൻ ആ അപ്പൊ നിങ്ങൾ സാറ് 6 വരുമ്പോ മിനിറ്റിനുള്ളിൽ ചെയ്യോ? ആര് ചെയ്യാൻ 7 മിനിറ്റ് ഒക്കെ 8 മിനിറ്റ് ഒക്കെ എടുത്ത് കൈവേദന എടുത്തിട്ട് ഇരിക്കും നടന്നിട്ട്. പക്ഷെ അപ്പൊ സ്പീഡ് ചെയ്യുമ്പോ കൂടും. നിങ്ങള് പെട്ടെന്ന് ആലോചിച്ച് പറ്റുമോ ചെയ്യാന്? അപ്പൊ അത് ഓക്കെ ആണോ? അത് സ്റ്റുഡന്റ് ഓക്കെ അതില് ചെയ്യാൻ സ്പീഡ് കൂടും, നല്ലതായിട്ട് സ്പീഡ് കൂടും. അറിയാന്നുണ്ടെങ്കിൽ, കോൺസെപ്റ്റ് ഒക്കെ അറിയാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്പീഡ് കൂടും നമ്മൾ. അപ്പൊ അങ്ങനെ അല്ല ഞാൻ ചോദിക്കണേ, ഇപ്പൊ സ്റ്റുഡൻസ് അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കും. കാരണം നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ അടിപൊളിയല്ലേ. അപ്പൊ ഞാൻ ടൈമർ വെക്കേണ്ടിയിരുന്ന. അല്ല, ഇപ്പൊ വെക്കണ്ടേ, കുഴപ്പമില്ല. നീ അടുത്ത വാച്ച് കിട്ടുമല്ലോ മതി. ഓക്കെ ആ ചെയ്യടാ. ആ അടിക്കാൻ നോക്കണേ. എന്നെ പെട്ടെന്ന് തീർക്കണം. ആൻസർ എത്ര പറഞ്ഞേ? ആൻസർ 30,40,000. ഇതാണോ? അല്ല, നമുക്ക് അതിന് മുന്നേ ഇതൊന്നും കണ്ടുപിടിക്കാം. ഏത് പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ എത്രയാണ്? സോറി, ഔട്ട്ഫ്ലോ. പുതിയ മെഷീനറി മേടിക്കാൻ എത്ര? 60 ലക്ഷം രൂപ അല്ലേ? 6 lakh. 60 lakh. 60 lakh. ഇതിന്ന് പഴയ മെഷീനറി 0 രൂപ വിലയാണ് ഓൾഡ് മെഷീനറിക്ക് അല്ലേ? അതെ, അത് 0 രൂപ വില ഉള്ളത് 2 ലക്ഷത്തിന് വിൽക്കാന്ന് പറഞ്ഞാൽ 2 ലക്ഷം ലാഭം പോലെയാണ്. അപ്പൊ 2 ലക്ഷം മൈനസ് ടാക്സ് സേവിങ്. ടാക്സ് സേവിങ് എന്നല്ല, ടാക്സ് എക്സ്പെൻസ്. ഇപ്പൊ 1,50,000 അല്ലേ നെറ്റ് ഇൻഫ്ലോ വരുന്നത്? അപ്പൊ ഇതിന്ന് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലല്ലോ. ഇല്ലില്ല. അപ്പൊ നെറ്റ് ഔട്ട്ഫ്ലോ എത്ര വരുന്നത്? 58,50,000 അല്ലേ? ഇനി ഇത് നെറ്റ് ചെയ്തിട്ട് NPV എത്ര പറഞ്ഞേ? അതെങ്ങനെ ഓൺലൈനിലായിരുന്നു അങ്ങനെ ടൈം എടുത്ത്? അത് ഓഫ്ലൈൻ ആയിരുന്നു? അത് ഓഫ്ലൈൻ. ഓഫ്ലൈനിൽ എഫക്റ്റീവ് ആകത്തുള്ളൂ. നമുക്ക് ഓഫ്ലൈനിൽ പറ്റിയ ഓഫ്ലൈനിൽ അത് എഫക്റ്റീവ് ആകത്തുള്ളൂ. ഓൺലൈനിൽ എനിക്ക് നിങ്ങൾ ഭയങ്കര പാടാ. അറിയില്ലല്ലോ നിങ്ങൾ എന്താ കാരണം ചെയ്യണെന്നുള്ളത്. പിന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും ഓഫ്ലൈനിൽ കുറെ പിള്ളേര് എങ്ങനെയായിരിക്കും. ഇവിടെ ഇപ്പൊ എനിക്ക് ചെറിയ ഐഡിയ, നിങ്ങൾ ചെയ്യണതൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല എങ്ങനെ ചെയ്യുന്നത്. സാറിന് ഇത് പറഞ്ഞു തന്നെ. അല്ല കുഴപ്പമില്ല, അല്ല എനിക്കിത് ആവശ്യമാണ്. ഇപ്പൊ ഭാവിയിൽ ഇൻഷാള്ള ഫെബ്രുവരിയിൽ തുടങ്ങുമ്പോക്കെ നിങ്ങളുടെ ഈ സജഷൻ ഒക്കെയാണ് ഞാൻ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക. ആകാശിന്റെ ടൈമറൊക്കെ ഞാൻ ഇറക്കാം അവിടെ. പക്ഷെ അവിടെ ഇറക്കുമ്പോ ഞാൻ പറയൂ ഇതിന്റെ മെത്തേഡാ പറയൂ. അത് കുഴപ്പമില്ല. ആരും ചോദിക്കാൻ പോണൊന്നുമില്ല. ഇപ്പൊ പണ്ട് കാലുകൾ മുത്തിട്ട് ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ചുമ്മാ പറഞ്ഞതാ. ജൈവ കാര്യമൊക്കെ തരൂ. എവരിവൺ ഈസ് ലേണിംഗ് എവരിതിങ് ഫ്രം എവരി ടൈം. പോയി. ഓക്കെ. ഞാൻ പറ. ഇപ്പോ NPV എത്ര പറയാൻ പറ. അതെവിടെ പാസീവ്ലി ആയിരുന്നു? അതെവിടെ ഇരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ലക്ഷ്യയില്. അല്ല, ആ ഒരു സാറ് കാരണം ഭയങ്കര സ്പീഡ്, അങ്ങനെ എല്ലാ വിഷയത്തിന്റെയും സ്പീഡ് കൂടുമായിരുന്നു. എങ്ങനെ? ആ സാറ് പഠിപ്പിച്ചിട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സ്പീഡ് കൂടും. നമ്മൾ എല്ലാ വിഷയത്തിനും അങ്ങനെ സ്പീഡ് ചെയ്യാൻ തുടങ്ങും. പെട്ടെന്ന് ആലോചിക്കുന്നു അല്ലേ? സാറ് നമ്മുടെ ഒരു ബുക്കില്ലേ, ഒരു 100 പേജിന്റെ മറ്റേ ചെറിയ ബുക്ക്, മറ്റേ നീളത്തിലുള്ള 4 ദിവസം കൊണ്ടാ തീർത്തത്. എഴുതിച്ച്. അല്ല, ഇത് നമ്മള് ഡീറ്റെയിൽ ആയിട്ട് നോട്ടൊക്കെ എഴുതാണെങ്കിൽ കൊറേ ഇതെടുക്കും. നമ്മളിപ്പോ ഷോർട്ടാക്കി ശരിയാ. FM ഒക്കെ നല്ല പേജ് പോവും.
കണക്ക് ചെയ്ത് അവസാനം കാരണം കൈയൊക്കെ നമ്മള് വേദനെടുത്ത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഔട്ട്ഫ്ലോ പറയുമ്പോ ഇത്തിരിയുള്ളൂ. അതിനൊരു ലൈൻ പോയി. ഇനി അടുത്ത നെക്സ്റ്റ് ലൈനിൽ എഴുതാ. പിന്നെ ക്യാഷ് ഇൻഫ്ലോ ഒരു ടേബിൾ വരക്കണ്. സിമ്പിൾ സാധനങ്ങളാണ്. പക്ഷെ ഒരുപാട് സ്ഥലം എടുക്കൂലോ. ഉം. ശരിയാ. മിഥുനടെ കിട്ടിയതിനെ പറയാട്ടാ. മിഥുനടെ കിട്ടിയില്ല വെച്ചിട്ടാണ് ഇവിടെ ഞങ്ങള് ചിറ്റ് ചാറ്റ് അടിക്കണ്. 1913.3 അപ്പൊ കിട്ടിയിട്ട് മിണ്ടാതിരിക്കണോ? 19 1913.31 എന്തത് ലാൻഡ് ഫോൺ നമ്പർ വേറെണ്ടല്ലോ. ഓ കറക്റ്റല്ലേ? 32 അത് ശരിയല്ല. സിമ്പിൾ അല്ലേ? ആണോ? ആ ആണ്. അല്ല സിമ്പിൾ കുഴപ്പമില്ല. അല്ലേ? ആണ്. ഇതിലുണ്ടല്ലോ IRR കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ആൻസർ എന്റെ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് IRR കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒന്ന് കണ്ടുപിടിച്ച വേഗം. അപ്പൊ ഓൾറെഡി പോസിറ്റീവ് NP നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ക്യാഷ് ഫ്ലോസ് നിങ്ങൾക്ക് കയ്യിലുണ്ട്. ഉം. പോസിറ്റീവ് NP കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ 15% മേലുള്ളതായിരിക്കണോ താഴെയുള്ളതായിരിക്കണോ എടുക്കേണ്ടത്? മേലെയുള്ളത്. മേലെയുള്ളത്. എന്നാലല്ലേ നെഗറ്റീവ് NPV വരാ. ആ രണ്ട് ഇന്റർപോലേറ്റ് ചെയ്താലല്ലേ. അപ്പൊ നിങ്ങൾ ഒരു 20% ആദ്യം ചെയ്തോ. 20% ചെയ്ത് കഴിഞ്ഞാല് NPV നെഗറ്റീവ് ആവോ? നോക്കി ജസ്റ്റ് IRR ഒന്ന് കണ്ടുപിടിച്ചേ. നമുക്ക് ആൻസർ അറിയില്ല. നിങ്ങൾ രണ്ടാളും പറഞ്ഞ സെയിം ആണെങ്കിൽ അതാണ് അതിന്റെ ഉത്തരം. ഓൾറെഡി IRR കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കില്ലേ? കണ്ടുപിടിക്കുന്നു. ആ ഇന്റർപോലേഷൻ ഫോർമുലയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ. എന്താണ് പറയാത്തത്? മറ്റേതാണോ? മറ്റേതും കുറ്റേതൊന്നുമല്ല. ഇന്റർപോലേഷൻ ഫോർമുല. ലോവർ റേറ്റ് പ്ലസ് അതന്നെ. ലോവർ റേറ്റ് പ്ലസ് പ്ലസ് ഹയർ രണ്ടു വട്ടം പ്ലസ് പറഞ്ഞാൽ 2 മാർക്കില്ല. ഹയർ റേറ്റ് മൈനസ് ലോവർ റേറ്റ് ഇൻറ്റു ഹയർ റേറ്റ് NPV മൈനസ് ലോവർ അല്ല സോറി ഇപ്പുറത്ത് വരുന്നേ ഉള്ളൂ. ഓക്കെ സോറി ഞാൻ പറഞ്ഞേ. ഒന്നുകൂടി പറഞ്ഞേ. ലോവർ റേറ്റ് പ്ലസ് ഹയർ റേറ്റ് മൈനസ് ലോവർ റേറ്റ് ഇൻറ്റു മറ്റേ ലോവർ റേറ്റ് NPV ഡിവൈഡ് ബൈ ശരി സാർ അപ്പുറത്ത് എഴുതുന്നേ ഉള്ളൂ ഞാൻ. ശരി എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ അന്നായിരിക്കും. ഇതെന്റെ ഉത്തരം റെഡി ആയാൽ മതി. ഓക്കെ വേഞ്ചി സ്പീഡിന്റെ രണ്ടാൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരാള് ക്ലാരിറ്റി ഓഫ് ഓഡിയോയും പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ബാക്കിയുള്ളൊന്നും വിഷയമല്ല. ഞാൻ അങ്ങനത്തെ ഡിസ്ക്രിപ്റ്റീവ് എഴുതാൻ പറഞ്ഞിട്ട് ഒരാളും എല്ലാം മടിയന്മാരാണ്. പോട്ടെ. നിങ്ങൾ കണ്ടുപിടിക്കട്ടാ 2 മിനിറ്റ് അപ്പരെ ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാം സാർ. ഓക്കെ ഞാൻ ചെയ്യാം. ഹലോ മിഥുന, പറഞ്ഞോ. എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? നമ്മൾ മുമ്പേ ചെയ്ത ക്വസ്റ്റ്യൻ ഇല്ലേ, ആ അതിന്റെ ആൻസർ ഒന്ന് അയച്ചു തരാവോ? അതിന്റെ ആൻസറോ? ഞാൻ റഫായിട്ടാ ചെയ്യുന്നത്. എനിക്കറിയാം, റഫായിട്ട് മതി. ഞാൻ അയച്ചേക്കാം. എനിക്ക് ഫുള്ള് എഴുതാൻ പറ്റില്ല, ജസ്റ്റ് ഇങ്ങനെ പക്ഷെ നോക്കാൻ വേണ്ടി. അയച്ചേക്കാം. ലൈക്ക് നമ്പർ ഏതാ? ഗ്രൂപ്പിൽ ഇട്ട വിഷയമാവും. ഞാൻ മറ്റേ ഇപ്പൊ ഇട്ടേക്കുന്ന ലിങ്കിനൊരു ഇത് കൊടുക്കാം, ഇമോജി കൊടുക്കാം, അപ്പൊ എന്റെ നമ്പർ കിട്ടുമല്ലോ. ഓക്കെ
ഓക്കെ. കിട്ടിയാ? ആകാശ് യെസ് സാർ. എവിടെയാണ്? ഇത്ര എവിടെ? ഉത്തരം കിട്ടുന്നു സാർ. പ്രഷറാണ്. എന്നിട്ട് എന്ത് തരാത്ത ഉത്തരം? ചുമ്മാ പറഞ്ഞാട്ടാ. കാരണം അടുത്ത ദിവസം കഴിഞ്ഞിട്ട് എനിക്കിത് എന്ത് ചെയ്യണം? ഇപ്പൊ ജസ്റ്റ് റഫായിട്ട് ചെയ്താൽ മതി. ബട്ട് എക്സാമിന് എഴുതുമ്പോ ഇങ്ങനെ എഴുതിട്ടാ. എക്സാം എഴുതുമ്പോ ഇതുള്ള പോലെ തന്നെ എഴുതണം. ലൈക്ക് ഈ നോട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് പഠിക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഡീറ്റെയിൽ കൊടുത്തു എന്നുള്ളൂ. ആണെങ്കിൽ ഒരു 1 ലൈൻ പോലെ കഴിഞ്ഞാൽ മതി. ഇങ്ങനെ പക്കായിട്ട് ടേബിളൊക്കെ വരച്ചിട്ട് തന്നെ എഴുതണേ. ടേബിൾ മീൻസ് ജസ്റ്റ് 4 വര വരച്ചാൽ മതി. ഇങ്ങനെ കണ്ടന്റുകളൊക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇതൊക്കെ ഇങ്ങനെ കണ്ടന്റുകൾ ഉണ്ടായിരിക്കണം. ഇത് IRR കണ്ടുപിടിക്കണതിന്റെ. നേരത്തെ ആയാലും അതുപോലെ ഇങ്ങനെ ആദ്യം നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ കണ്ടുപിടിക്കണം. പിന്നെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കണം. പിന്നെ അതിന്റെ ലൈക്ക് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരൊറ്റ ടേബിളിൽ ഇതാക്കാം. ഒന്നും വിഷയമല്ല. അതൊക്കെ ഓരോരുത്തരുടെ പ്രസന്റേഷൻ പോലെ എന്നുവെച്ചാൽ ഡീറ്റെയിൽഡ് ആയിരിക്കണം. ഒരു നമ്പറും ഇപ്പൊ റുപ്പീസിന് ഇവിടെ റുപ്പീസ് തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ ഇവിടെ റുപ്പീസ് ഓരോന്നിന്റെ എഴുതണം. അല്ലെങ്കിൽ ഇവിടെ ഹെഡിങ് റുപ്പീസ് കൊടുക്കണം. നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും ക്ലാസ്സിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. നേരത്തെ എക്സാമിന് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഓക്കെ. ഞാൻ പറ. ആർക്കും ഇതിനൊക്കെ കിട്ടിയാ? ചെയ്തോണ്ടിരിക്കണാ? ചെയ്തോണ്ടിരിക്കുക. വെഞ്ചി. ഇപ്പൊ ലക്ഷ്യയില് സാറേ ബോത്ത് ഗ്രൂപ്പ് ലക്ഷ്യ ആണോ ആകാശ് പഠിച്ചത്? അതെ. ഓക്കെ. എത്രയാണ്? 28.3940. അതായിരിക്കും. ഇതിൽ ആൻസർ ഇല്ല. ഇതിനൊക്കെ അതാണെങ്കിൽ അതായിരിക്കും ഉത്തരം. ആണോ ഇതിനുത്തരം? 28.23